കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുകയാണ് തലശ്ശേരിയുടെ വികസനവും രാഷ്ട്രീയവും. നമുക്കറിയാം, തെരഞ്ഞെടുപ്പുകളൊക്കെ ഇങ്ങനെ അടുത്തു വരികയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന് മുന്നോടിയായി ഒരു ഉപതെരഞ്ഞെടുപ്പും വരുന്നു. തലശ്ശേരി എന്ന് പറഞ്ഞാൽ 160 വർഷം 159 വർഷം പഴക്കമുള്ള ഒരു നഗരസഭയാണ്. കേരളത്തിലെ ഇത്രയേറെ ചരിത്രമുറങ്ങുന്ന ഒരു നഗരം വേറെയില്ല. ആ നഗരത്തിന് പറയാനാണെങ്കിൽ ഒത്തിരി പ്രൗഢികളുടെ ഒരു വലിയ കാലം തന്നെയുണ്ട്. അവിടെയുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് തന്നെ ഏതാണ്ട് 225 വർഷം പഴക്കമുണ്ട്. ക്രിക്കറ്റിൻ്റെയും കേക്കിൻ്റെയും സർക്കസിൻ്റെയും നീതിന്യായ സംവിധാനങ്ങളുടെയൊക്കെ ഒരു ഈറ്റില്ലം ആണ് തലശ്ശേരി. അപ്പോൾ തലശ്ശേരിയുടെ വികസനം എന്താണ്? തലശ്ശേരി ഇപ്പോൾ പുതിയ ബൈപ്പാസ് വന്നതോടുകൂടി, മുമ്പ് തലശ്ശേരി നഗരത്തിലൂടെയാണ് ദേശീയപാത കടന്നു പോയിരുന്നത്. എല്ലാവരും തലശ്ശേരി നഗരത്തിലൂടെ ഇങ്ങനെ കറങ്ങി പോകണമായിരുന്നു. ഇപ്പോൾ പുതിയ ബൈപ്പാസ് വന്നു. അപ്പോൾ നഗരത്തിലേക്കുള്ള ജനങ്ങളുടെ വരവ് കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ആളുകളുടെ വരവ് കുറഞ്ഞു. നഗരത്തിൻ്റെ വികസനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലമായി ഇടതുപക്ഷം തന്നെയാണ് തലശ്ശേരി നഗരസഭ ഭരിക്കുന്നത്. തലശ്ശേരി നിയോജക മണ്ഡലത്തിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. വികസനം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്കറിയേണ്ടതുണ്ട്. ഒപ്പം സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളും. വ്യത്യസ്തരായ 3 നേതാക്കൾ, ഇടതുമുന്നണിയിൽ നിന്നും അതുപോലെ UDFിൽ നിന്നും NDAയിൽ നിന്നും 3 നേതാക്കളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. ഇടതുപക്ഷത്തു നിന്ന് ശ്രീ കാരായി രാജൻ, UDFിൽ നിന്ന് MP അരവിന്ദാക്ഷൻ, NDAയിൽ നിന്ന് K ലിജേഷ്. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് ശ്രീ കാരായി രാജനിൽ നിന്ന് തുടങ്ങാം. ശ്രീ രാജൻ, എന്താണ് തലശ്ശേരി? കഴിഞ്ഞ 9 വർഷമായി പിണറായി സർക്കാർ ഭരിക്കുന്നു. തലശ്ശേരിയുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരാളാണ് കേരളത്തിലെ ഭരണ നേതൃത്വത്തിന് കൊടുക്കുന്നത്. നമുക്ക് വേറെ മുഖ്യമന്ത്രിയെ സമ്മാനിച്ച മണ്ഡലമാണ് തലശ്ശേരി. നമ്മുടെ നിയമസഭയുടെ നാഥനും തലശ്ശേരിക്കാരനാണ്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് തലശ്ശേരിയിലുണ്ടായ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെ നോക്കിക്കാണും? നേരത്തെ നവാസ് മേത്തർ പറഞ്ഞെടുത്തു തന്നെ തുടങ്ങാം. ഇപ്പോൾ ഒരു അരനൂറ്റാണ്ടിലേറെ കാലത്തെ പഴക്കമുള്ള തലശ്ശേരി പൗരാവലിയുടെ ആവശ്യമായിരുന്നു തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു കാലത്തും നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമായത് തന്നെ ഈ 9 വർഷക്കാലത്തിനിടയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തലശ്ശേരി മാഹി ബൈപ്പാസ് മാത്രമല്ല, ഇന്ന് കേരളത്തിൻ്റെ തലപ്പാടി മുതൽ കന്യാകുമാരി വരെ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ മുഖച്ഛായ ആകെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ ഭാഗമാണ് ഈ റീച്ചിൽ ആദ്യത്തെ പണി. ഒരുപാട് വർഷക്കാലം നാട്ടുകാരുടെ മുഴുവൻ വലിയ എതിർപ്പുകളും വിമർശനങ്ങളൊക്കെ നേരിട്ട, ആരാലും തിരിഞ്ഞു നോക്കപ്പെടാതെ കിടന്നിരുന്ന ആ പാഴ്ഭൂമിയെ തിരിച്ചു പിടിച്ച് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയക്കാരനും നിഷ്പക്ഷമതിക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടി തന്നെയാണ് പശ്ചാത്തല മേഖലയിലുള്ള തലശ്ശേരിയുടെ വികസനത്തെ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുക. യഥാർത്ഥത്തിൽ തലശ്ശേരി നഗരത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തലശ്ശേരിയിലെ വാഹന തിരക്കുകളുടെ കുറയും എന്നായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. ആളുകളുടെ വരവ് കുറയുന്നു എന്ന് കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ അതിന് തലശ്ശേരിക്ക് ഇന്ന് ആവശ്യമായിട്ട് തോന്നുന്നത് ഒരു സമഗ്ര പ്ലാനിങ് എന്നുള്ള നിലയിൽ അതിന് കുറേ കൂടി സബ്സിഡികൾ ഉയർന്നു വരിക എന്ന ഒരു പൊതുനഗരങ്ങൾ ഉയർന്നു വരണം. അതുപോലെ പട്ടണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മഞ്ഞോടി പോലുള്ള മേഖലകൾ, ഇതര മേഖലകളിലൊക്കെ ചെറിയ നഗരങ്ങൾ ഉയർന്നു വരിക എന്നതാണ് ഇതിന് ശാശ്വതമായ നഗരവികസനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ നഗരം ഒരു ഹെറിറ്റേജ് സിറ്റി കൂടിയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ പാരമ്പര്യം, നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യം, ഒരുപാട് സ്വാതന്ത്ര്യ സമര ചരിത്രമുള്ള ഒരു നഗരത്തെ ഹെറിറ്റേജ് സിറ്റി എന്ന നിലയിൽ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ കാണുന്നത് ടൂറിസം രംഗത്ത് 100 കോടിയോളം ഉറുപ്പിക തലശ്ശേരി നഗരവുമായി ബന്ധപ്പെട്ട്
ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് കടൽപ്പാലം വീണ്ടെടുക്കുക, അവിടെ ഒരു എക്സ്കവേറ്റർ സ്ഥാപിച്ചുകൊണ്ട് വലിയ ഒരു നടപ്പാത ഉണ്ടാക്കുക. അതുപോലെ തലശ്ശേരി നഗരത്തിൽ ജനങ്ങൾ വന്നു ചേരുന്ന ഒരു പ്രദേശമായി കടൽപ്പാലം മാറി. അപ്പം അങ്ങനെ നഗരം പുറകോട്ട് പോകുന്നില്ല, മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ താങ്കൾ കാണുന്നത് ഒന്ന് മാഹി ബൈപ്പാസ് ആണ്, ഒന്ന് ടൂറിസം രംഗത്തിൻ്റെ വലിയ മുന്നേറ്റമാണ്. പിന്നെ താങ്കളുടെ പ്രധാനപ്പെട്ടൊരു എന്താണ് പറയാനുള്ളത്, പ്രധാനപ്പെട്ട വേറൊരു വികസനം ഏതാണ് പറയാനുള്ളത്? പിന്നെ നമുക്ക് ഈ മലബാർ ക്യാൻസർ സെൻറ്റർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടത് മാറി വന്നു. ഏതാണ്ട് ആരോഗ്യ മേഖലയിൽ 868 കോടി രൂപയാണ് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ തലശ്ശേരി മണ്ഡലത്തിൽ മാത്രം ചെലവഴിച്ചിട്ടുള്ളത്. അതിൽ 684 കോടിയോളം രൂപ മലബാർ ക്യാൻസർ സെൻ്ററിന് മാത്രമായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. അപ്പം അത് തലശ്ശേരിക്കുണ്ടായിട്ടുള്ള വികസന രംഗത്ത് എന്തു ചെയ്തു എന്ന് ആദ്യം പറയാനുള്ള കുറച്ച് മറുപടികളാണ്. നമുക്ക് തിരിച്ചു വരാം. ശ്രീ MP അരവിന്ദാക്ഷൻ, അദ്ദേഹം ഇപ്പം ഗതാഗത തലത്തിലും ആരോഗ്യ രംഗത്തും ടൂറിസം രംഗത്തുമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഈ വികസന പ്രവർത്തനങ്ങളെ UDF നോക്കിക്കാണുന്നത്? തലശ്ശേരി നഗരസഭ 160 വർഷമായി. 160 വർഷത്തെ തലശ്ശേരി നഗരസഭയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, തലശ്ശേരിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയും സ്പീക്കറുമൊക്കെ ഉള്ളതുകൊണ്ട്, മുഖ്യമന്ത്രി എന്നുള്ളതല്ല, മുഖ്യമന്ത്രി തലശ്ശേരിക്കാരനായതുകൊണ്ട്, നായനാർ കൊണ്ട് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര ടൂറിസം മന്ത്രിയായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ കാലത്തൊന്നും നമുക്ക് തലശ്ശേരി കോർപ്പറേഷൻ എന്നുള്ളൊരു ആവശ്യത്തിന് പരിഗണന കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അതിനനുസരിച്ച ഒരു പ്രഖ്യാപനങ്ങളോ കാര്യങ്ങളോ ഇതുവരെയായി ഉണ്ടായിട്ടില്ല. പിന്നെ മലബാർ ക്യാൻസർ സെൻറ്റർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് LDF ഗവൺമെൻറ് കാലത്ത് വന്നതാണെങ്കിലും UDFൻ്റെ നയം LDF ആയാലും ആരായാലും കൊണ്ടുവരുന്ന പദ്ധതികളെ തുടർ പ്രവൃത്തിയായി കൊണ്ടുപോകാനുള്ള പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ആ ലെവലല്ല ഞങ്ങളതിനെ കണ്ടത്. ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു എന്നത് നായനാർ ഗവൺമെൻറ് കാലത്താണ്. പക്ഷെ അതിൻ്റെ ആ സ്ഥാപനത്തിനെ പദ്ധതിയിൽ കൊണ്ടുവന്ന് ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ടാക്കി ആ സ്ഥാപനത്തിന് പുതിയ പദ്ധതികളൊക്കെ 10 വർഷത്തെ UDF ഗവൺമെൻറ് കാലത്താണ് ഇതിൻ്റെ അടിത്തറയിട്ടത്. പിന്നെ അതിനുശേഷം അതിൻ്റെ നടുവിൽ VS ഗവൺമെൻറ് വന്നു. ആ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് അവിടെ സന്ദർശിക്കാൻ പറഞ്ഞിട്ട് പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? അത് ആ പാർട്ടിക്കകത്ത് അന്നുണ്ടായ SS11 വിഷയമായിരിക്കുമെന്ന് കരുതാം. അപ്പോൾ പക്ഷേ മലബാർ ക്യാൻസർ സെൻറ്റർ ഡെവലപ്മെൻറ്റിൽ UDF പങ്കുവഹിച്ചു. പിന്നെ മറ്റൊരു കാര്യം, പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള കാലതാമസമാണ്. ഏതൊക്കെ പദ്ധതികളാണ് അങ്ങനെ കാലതാമസം? UDF ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്ന അമ്മയും കുഞ്ഞ് ആസ്പത്രി 10 വർഷമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല. ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് പറഞ്ഞ കാര്യം. അങ്ങനെ ആ കാലത്ത് അതിൻ്റെ പണപ്പിരിവ് നടത്തി, ആ കാലത്ത് അതിൻ്റെ സ്പെഷ്യൽ ഓഫീസർ വെച്ചു, ആ കാലത്ത് അതിൻ്റെ സ്ഥലം കണ്ടെത്തി, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ പിരിവ് പോരാന്ന് വന്നപ്പോൾ അന്ന് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും മുഖ്യമന്ത്രി നിർദ്ദേശം കേരളത്തിലുണ്ടായ ഒരു കോടിയേരി മോഡൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അത് മുഖ്യമന്ത്രി UDF ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് അത് CPM അത് കോടിയേരി മോഡലാക്കി. അത് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് MLA എന്ന നിലക്ക് അതങ്ങനെ മാത്രം പറയുക. UDF ഗവൺമെൻറ് പ്രതിപക്ഷ MLAയുടെ സ്ഥലത്ത് UDF ഗവൺമെന്റ് വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്ന കാഴ്ചപ്പാടിന്റെ വിജയമാണ് അത്. കോടിയേരി മോഡൽ എന്ന പേര് അത്ര ശരിയല്ലാന്ന് തോന്നുന്നുണ്ടോ? അല്ല, UDF ഗവൺമെന്റ് കൊണ്ടാകുന്ന ഒരു കാര്യത്തിന് UDFന്റെ കുഞ്ഞായിട്ടല്ലേ ഞങ്ങൾ കാണും. കോടിയേരി മോഡൽ എന്ന് കാണുന്നില്ല. ഒപ്പം ചുക്ലി ഗവൺമെന്റ് കോളേജ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോടിയേരി ബാലകൃഷ്ണൻ ഞങ്ങളും കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ചർച്ച നടത്തുമ്പോഴാണ് ഉമ്മൻചാണ്ടി പറയുന്നത് കേരളത്തിലെ നിയമസഭാ ബൈഫർക്കേഷൻ നടന്നപ്പോൾ എല്ലാ മണ്ഡലങ്ങളും കോളേജുണ്ട്. 11 നിയമസഭാ മണ്ഡലത്തിൽ കോളേജില്ല. അപ്പോൾ അത് 11 സ്ഥലത്തും കോളേജ് കൊണ്ടുവരും. അപ്പം 4 കോളേജ് ഇപ്പോൾ കൊണ്ടുവരും. കോടിയേരി ഞാൻ ഒരു കോളേജ് തലശ്ശേരിക്ക് തരാം. കാരണം അങ്ങോട്ട് കൊടുത്തതാണ്, ചോദിക്കാതെ കൊടുത്തതാണോ? അറിയില്ല, അന്നേരം നമ്മൾ ആരും അറിയില്ല. കോടിയേരിയിലെ നമ്മളറിയില്ല, നമ്മൾ ഒന്നിച്ചിട്ടുണ്ട്, ചർച്ചയിൽ ഒന്നിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് കോളേജ് തന്നു. പക്ഷേ ഉമ്മൻചാണ്ടിന്റെ ഓർമ്മ അപ്പം മലബാർ ക്യാൻസർ സെന്റർ UDF ആണ് അതിന്റെ വലിയ തരത്തിലുള്ള വികസനങ്ങൾ തുടക്കം കുറിച്ചത്. ഇപ്പം തുടർ പ്രവർത്തനത്തിൽ ഇപ്പം ഈ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് മലബാർ ക്യാൻസർ സെന്റർ വികസനത്തിൽ
അനുകൂലമായ നല്ല നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ കോടിയേരി മലബാർ ക്യാൻസർ സെന്റർ ഇന്നത്തെ നിലയിലേക്ക് വളർന്നതിൽ ഇന്നത്തെ ഇടതുമുന്നണി സർക്കാരിന് വലിയ പങ്കുണ്ട് എന്ന് താങ്കൾ സമ്മതിക്കുന്നു? അല്ല, അത് UDF LDF ഗവൺമെന്റ്, രണ്ട് ഗവൺമെന്റുകളും ആ കാര്യത്തിൽ. പക്ഷേ കഴിഞ്ഞ 9 വർഷം കൊണ്ടുണ്ടായ മുന്നേറ്റം ചെറുതാണോ? അല്ല, അതിന്റെ നടുവിലെ VS ഗവൺമെന്റിന്റെ നിഷേധാത്മക നിലപാട് സമീപമുണ്ട്, അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. മാഹി ബൈപ്പാസ് ഒക്കെ അല്ലേ ഇടതുപക്ഷത്തിന് ക്രെഡിറ്റ് അല്ലേ? അത് അങ്ങനെ പറയാൻ പറ്റില്ല. മാഹി ബൈപ്പാസ് എന്ന് വെച്ചാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ആയ കാലത്ത് അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിലാണ് രാജ്യം മുഴുവൻ ഇത്തരത്തിലുള്ള ബൈപ്പാസുകളും ഹൈവേ വികസനങ്ങളും കൊണ്ടായിരുന്നു. ആ സമയത്താണ് ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബോംബെ, പൂനെ സോണിയാഗാന്ധിയാണ് ഉദ്ഘാടനം. അതോടനുബന്ധിച്ച് തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിക്കുകയും അതിന്റെ കാര്യങ്ങൾ നീക്കുകയും ചെയ്തിട്ടുണ്ട്. KP ഉണ്ണികൃഷ്ണനാണ് ഇത് പ്രഖ്യാപിച്ചത്. KP ഉണ്ണികൃഷ്ണൻ MP ആയിട്ട് എത്ര കാലമായി? രാജ്യത്ത് വരുന്നൊരു വികസനത്തിന്റെ വരുമ്പം അതങ്ങനെ വരുന്നു. അപ്പൊ അതുപോലെ തലശ്ശേരി താലൂക്ക് ആശുപത്രി, ജനറൽ ആശുപത്രി ആയി വരുന്ന UDF, അമ്മയും കുഞ്ഞ് ആശുപത്രി ഉണ്ടായിരുന്നു. അതിന്റെ ഒരു നേട്ടം പറയുന്നത് LDF MLA ഉള്ള സ്ഥലത്ത് UDF എല്ലാം, പക്ഷെ അത് പൂർത്തീകരിക്കുന്നതിൽ സ്ഥലം MLAക്ക് അത് സാധിക്കുന്നില്ല. അയാൾ 10 കൊല്ലം, എല്ലാത്തിനും 10 കൊല്ലം എടുക്കുന്നു. നിതേഷ്, രണ്ട് മുന്നണികളുടെ നേതാക്കൾ പറഞ്ഞു താങ്കൾ കേട്ടു. എന്താണ് NDA ഈ രണ്ടുപേരും പറഞ്ഞതിനുള്ള NDA നിലപാടുകൾ എന്താണ്? നമ്മൾ 4 പേർക്ക് നന്നായിട്ട് തലശ്ശേരിയെ കുറിച്ച് അറിയാം. തലശ്ശേരിയിൽ നിന്ന് സാധാരണ ജനങ്ങൾ അവരർഹിക്കുന്ന തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. എന്താണ് താങ്കൾ പറയുന്ന ഭൗതിക സാഹചര്യങ്ങൾ? പറയൂ. നമുക്ക് ആശുപത്രി, ഇപ്പോൾ നമ്മളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന തലശ്ശേരിയിൽ ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വരുന്ന സമയത്ത് ഒരു ഭാഗത്ത് വെള്ളക്കെട്ട് നന്നായിട്ടുണ്ട്, ഒരു ഭാഗത്ത് ട്രാഫിക് കുടുകൂട്ടുണ്ട്. ഈ ട്രാഫിക്കിൻ്റെയും വെള്ളക്കെട്ടിൻ്റെയും ഇടയിൽ ജനങ്ങൾ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. അവിടെ ഇന്ന് നഗരത്തിലുള്ള ആളുകൾ എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്ന് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് വേണം നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ എന്നുള്ളതാണ്. പ്രാഥമിക സൗകര്യങ്ങളാണ് നമ്മൾ ആദ്യം. തലശ്ശേരി നഗരം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ അഡ്രസ് ചെയ്യുന്നതിൽ തീർച്ചയായും നമ്മുടെ ഗതാഗത കുരുക്ക് ഒരു വലിയ പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട്. ഇപ്പോഴും രാത്രി കാലങ്ങളിൽ മഴ പെയ്യുന്ന സമയത്ത് വീടുകളിൽ വെള്ളം കയറിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പെട്ടിപ്പാലം കോളനി നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ ലക്ഷം വീട് കോളനി. അവിടെ കഴിഞ്ഞ വെള്ളം കയറിയ സമയത്ത് നിരവധി വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടുണ്ട്. ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ യാഥാർത്ഥ്യം. വികസനത്തിൻ്റെ നേട്ടത്തിൻ്റെ അവകാശവാദങ്ങൾ നമുക്ക് പരസ്പരം മത്സരിച്ച് നേടാം. ബൈപ്പാസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അരവിയേട്ടൻ പറഞ്ഞതുപോലെ, രാജേട്ടൻ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങൾ അതല്ല നമുക്ക് ആവശ്യം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തലശ്ശേരിയുടെ അടിസ്ഥാന വികസനം, അത് സെക്കൻഡറിയാണ്. സ്വാഭാവികമായി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സാധാരണ ജനങ്ങളെയാണ്. അവരനുഭവിക്കുന്ന ദുരിതത്തിന് നിവാരണം കൊണ്ടുവരലാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്, പ്രധാനമായും ചെയ്യേണ്ടത്. തീർച്ചയായും ഈ വെള്ളക്കെട്ടിന് പരിഹാരം വേണം. ഏറ്റവും കൂടുതൽ തലശ്ശേരി മഞ്ഞോടി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ സബ്സിറ്റീസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം ആദ്യം എന്തൊക്കെയാണ്? നമ്മളിപ്പോഴും 30 വർഷം പിന്നിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് തലശ്ശേരിയെക്കുറിച്ച്. നമ്മൾ 2025-ലാണ്. ഇപ്പോൾ തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ വർഷം പിന്നിൽ ചിന്തിക്കുന്നു എന്ന് താങ്കൾ പറയുന്ന ഏതൊക്കെ കാര്യത്തിലാണ്? അമ്മയും കുഞ്ഞു ഹോസ്പിറ്റൽ ആരംഭിക്കുന്നത് ഏത് വർഷമാണ്? ആ ആരംഭിക്കുന്ന വർഷത്തിൽ നിന്ന് നമ്മൾ ഈ 10 വർഷത്തിൽ അല്ലെങ്കിൽ 15 വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ഒരു ആരോഗ്യ മേഖല എന്ന് പറയുന്നത് പൂർണ്ണമായും മാറി. നമ്മൾ അന്ന് പ്ലാൻ ചെയ്തതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇന്നത്തെ കാര്യം. ഇന്ന് 2025-ൽ നിൽക്കുമ്പോൾ റോബോട്ടിക് സർജറിയാണ് നടക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആ കാലത്തിൽ നമ്മൾ അന്ന് 66 കോടി രൂപ നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചു. ഇപ്പോൾ 60 കോടിക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി ടെൻഡർ എടുത്ത് അതിന്റെ പണി നടക്കുന്നു. ഈ പണി പൂർത്തിയാവുന്ന സമയത്ത് വീണ്ടും 30 വർഷം ഫ്യൂച്ചർ കണ്ടിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. വികസനത്തിൽ ഉണ്ടാവുന്ന നമ്മുടെ കാഴ്ചപ്പാട് അത് തീർച്ചയായും ഈ രണ്ട് മുന്നണികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് BJPക്ക് മുന്നോട്ട് വെക്കാൻ. നമുക്കൊരു 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനം യങ്സ്റ്റേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും ശരി. എങ്ങനെ മറുപടി പറയുന്നു? ഒന്ന്, വികലമായ കാഴ്ചപ്പാട്, 30 വർഷം പിന്നോട്ട്. വികലമായ കാഴ്ചപ്പാട് എന്നുള്ള പദം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വികലത എന്നുള്ളത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഉദ്ദേശിക്കുന്നത് കാഴ്ചപ്പാട് കാഴ്ചപ്പാടിലുള്ള വ്യത്യസ്തതയാണ്. അത് വികലത എന്ന് പറയുമ്പോൾ അർത്ഥം മാറും. ഈ തലശ്ശേരി നഗരത്തിന്റെ
അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് തലശ്ശേരി നഗരം മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത്. അപ്പം അത് അരവിന്ദാക്ഷനായാലും വിജേഷായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, കേരളമാകെ ഒരു നഗരമായിക്കൊണ്ടിരിക്കുകയാണ്. നഗരമേതാണ് ഗ്രാമമേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഭൗതിക പശ്ചാത്തലത്തിൻ്റെ വികസനമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗതാഗതക്കുരുക്കിൻ്റെ കാര്യം ഇന്ന് ഞാനും അനുഭവിച്ചു, നിങ്ങളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നത് 3.5 കോടി മലയാളികളുടെ കേരളത്തിൽ 1.5 കോടി വാഹനങ്ങളുണ്ട്. 1.5 കോടി വാഹനങ്ങളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിപ്പോൾ നിലവിലിരിക്കുന്നത്. ഈ വാഹനങ്ങൾക്കെല്ലാം ഇറങ്ങാനുള്ള നിരത്തുകൾ കേരളത്തിൽ എത്ര വികസിപ്പിച്ചാലും ഭാവിയിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ലാതെ വരുന്നുണ്ട്. അത് വളരെ ഗൗരവമായ ഒരു വിഷയമായി എല്ലാ നഗരങ്ങളുടെയും മുമ്പിൽ വരുന്നൊരു പ്രശ്നമാണ്. ഒന്ന്, ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം വേറെയില്ല. ഗ്രാമങ്ങൾ പോലും നഗരവൽക്കരിക്കപ്പെട്ട ഒരു പ്രദേശം വേറെയില്ല. ഒരു വീട്ടിൽ 2 വാഹനം അല്ലെങ്കിൽ 3 വാഹനം എന്ന നിലയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പൊതുഗതാഗതം തന്നെ ഇനി എത്ര കാലമെന്ന് ഒരു ചിന്തിക്കേണ്ട വിഷയമായിട്ട് വരികയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നഗരത്തിൽ, ഏതൊരു നഗരത്തിലും ഗതാഗതക്കുരുക്ക് എന്നുള്ളത് ഒരുപാട് ചിന്തിച്ച് ഉയർന്നു വരേണ്ടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ തലശ്ശേരിയുടെ മാത്രം പ്രശ്നമല്ല അത്. എന്നാൽ തലശ്ശേരിക്ക് ഒട്ടേറെ പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ നാളുകളിലുണ്ടായിട്ടുള്ള ഗതാഗതക്കുരുക്കിന് ഒരു തടസ്സമായി ലോഗൻസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും മറ്റും കുറച്ച് ബാധിച്ചിട്ടുണ്ടാവും. അത് നെല്ലിക്ക ആദ്യം പൊളിക്കും പിന്നീട് മധുരിക്കും എന്നത് പറഞ്ഞതുപോലെ ചെറിയൊരു കാലം, ഏതാനും ആഴ്ചകൾ കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടാൽ ആ വിഷയത്തിൽ കുറച്ച് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. പിന്നെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം, വെള്ളക്കെട്ട് ഇപ്പോൾ തലശ്ശേരി നഗരത്തിലെ എല്ലാ തോടുകളും വൃത്തിയാക്കുന്നതിനും അതിൻ്റെ അരിക് കെട്ടി ഉറപ്പിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു. നഗരത്തിലെ എല്ലാ അഴുക്കുചാലുകളും തടയപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തെ ബാധിക്കുന്ന അഴുക്കുചാലുകളെ അല്ലെങ്കിൽ ഡ്രെയിനേജിൻ്റെയും തണ്ണീരിൻ്റെ ഒഴുക്കും സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട തോട്. ആ റെയിൽവേ തോടിൻ്റെ വികസനം ഒരു പ്രത്യേക സ്ഥലത്ത് മുടങ്ങി നിൽക്കുകയാണ്. ആ ഭാഗത്ത് ആവശ്യമായ വികസനം റെയിൽവേയും ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ റെയിൽവേ ഭൂമിക്കപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ തോടുകളും നവീകരിക്കുകയോ ബലപ്പെടുത്തുകയോ ഒഴുക്ക് സുഗമമാക്കുകയോ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നഗരത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം ഇങ്ങനെയുണ്ട്. പിന്നെ തലശ്ശേരി നഗരത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഘടനാപരമായ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന ഒരു നഗരമാണ് എന്ന് എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിയില്ല. നഗരത്തിലെപ്പോഴും എരഞ്ഞോളിപ്പുഴയിലേക്ക് ഏറ്റം ഉണ്ടാകുമ്പോൾ ആ വെള്ളം എരഞ്ഞോളിപ്പുഴയിലേക്ക് താഴ്ന്നു പോകാൻ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ വെള്ളക്കെട്ടിനും ഗതാഗതത്തിനും പരിഹാരം ഉണ്ടാവില്ല. പരിഹാരം ഉണ്ടാവും. എങ്ങനെ ഉണ്ടാക്കും? ഉണ്ടാക്കേണ്ട ഒരു മാർഗം എന്താണെന്ന് പറഞ്ഞാൽ, നിലവിലുള്ള എല്ലാ ഡ്രെയിനേജുകളും ഇപ്പോൾ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നഗരത്തിലെ വെള്ളക്കെട്ട് ഉണ്ടാവുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നു, ഒഴുകി പോകുന്നൊരു നിലയുണ്ട്. പിന്നെന്താ പറഞ്ഞാൽ കാലം തെറ്റി പെയ്ത മഴയായതുകൊണ്ട് ചില മേഖലകളിൽ ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളോ അഴുക്കുകളോ നീക്കം ചെയ്യുന്നതിൽ അന്ന് ഒരു താമസം നേരിട്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ പരിഹരിച്ചു. ഗതാഗതക്കുരുക്കിന് പരിഹാരം ഉണ്ടാവും. നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ 4-5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന വെള്ളക്കെട്ടൊന്നും ഇപ്പോൾ തലശ്ശേരിയിലില്ല. ഇപ്പോൾ ഉണ്ടാകുന്ന തലശ്ശേരിയിലുള്ള വെള്ളക്കെട്ടിന്റെ പ്രശ്നം ഈ റോഡ് നിർമ്മാണമൊക്കെ ആയി ഈ PK ആശ മുനിസിപ്പൽ ചെയർമാനായിരിക്കുന്ന സമയത്ത് കേരള സംസ്ഥാനത്ത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയും തലശ്ശേരി മുനിസിപ്പാലിറ്റിയും ഡൽഹി ആസ്ഥാനമായ റിറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം സർക്കാർ മാസ്റ്റർ പ്ലാൻ എന്നല്ല, എങ്ങനെയാണ് നഗരം രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് വന്നിരുന്നു. 100 പേജിലേറെ വരുന്ന ഒരു റിപ്പോർട്ട് മുനിസിപ്പൽ ചെയർമാൻ്റെ മേശയുടെ ഉൾഭാഗത്ത് കിടക്കുന്നു. ആ റിപ്പോർട്ട് പിന്നീട് തൊട്ടിട്ടില്ല. ഒരു പ്രധാന മാസ്റ്റർ പ്ലാനിൽ എന്താ പറഞ്ഞിരുന്നത്? പിന്നെ തലശ്ശേരി നഗരസഭയ്ക്ക് 10-20 വർഷക്കാലത്തിലേറെ മാസ്റ്റർ പ്ലാൻ ഇല്ല. 10-20 വർഷക്കാലമായി മാസ്റ്റർ പ്ലാൻ ഇല്ല. മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോവാ? അപ്പോൾ അതുകൊണ്ട് മാസ്റ്റർ പ്ലാൻ ഉണ്ട്, റിവൈസ് ചെയ്തിട്ടില്ല. മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ പഴയത്. അത് അയ്യഞ്ചോലം കൂടെ
റിവൈസ് ചെയ്യാം. താങ്കളും കൗൺസിലിൽ ഉണ്ടായിരുന്നതല്ലേ? അപ്പൊ എന്താണ് ആ കാര്യത്തിൽ താങ്കളുടെ പ്രതിപക്ഷം എന്ത് റോൾ എടുത്തു അതിനകത്ത്? ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊന്നില്ല. അതിന്റെ ഉത്തരവാദിത്വം താങ്കൾക്ക് ഉൾപ്പെടെയുണ്ട്. താങ്കളും കൗൺസിലറായിരുന്ന ആളാണ്. കൗൺസിലിൽ ഉന്നയിക്കുകയും CK രമേശൻ ചെയർമാനായ കൗൺസിൽ കണ്ണൂർ അതിൻ്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ടുവരികയും തലശ്ശേരിയിൽ വെച്ച് ചർച്ച നടത്തുകയും കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്തിരുന്നെങ്കിലും പൂർത്തീകരിക്കപ്പെട്ടു. എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് പിന്നെ ഭരണകക്ഷിയും ഈ പഞ്ചായത്തിൽ ഭരണകക്ഷി പ്രതിപക്ഷം എന്നൊന്നും ഇല്ലല്ലോ. അതുണ്ട്. എങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് അറിയുമോ? ഇതിൻ്റെ അകത്ത് ഈ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിൽ ഒരു സാധനമുണ്ട്. അത് വാർഡ് സഭയും വർക്കിംഗ് ഗ്രൂപ്പെല്ലാം പാസ്സാക്കി മേലെത്തിയാൽ മുനിസിപ്പൽ കൗൺസിൽ പാസ്സാക്കുന്നതിന് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി എല്ലാവരും ഉണ്ടല്ലോ ഇപ്പോഴത്തെ കമ്മിറ്റി. ഭരണകക്ഷി മാത്രം അല്ല, സബ് കമ്മിറ്റികളിലൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ധനകാര്യത്തിലായാലും ക്ഷേമകാര്യത്തിലായാലും ആരോഗ്യത്തിലായാലും വലിയ പദ്ധതികളുണ്ടോ അല്ലെ സ്റ്റിയറിംഗ് കമ്മിറ്റി വെച്ച് മുറിക്കപ്പെടും. ആവശ്യമില്ലാതെ അങ്ങോട്ടേക്ക് മുറിക്കാനിരിക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയാണോ തലശ്ശേരിയിലുള്ളത്? എന്തൊക്കെയാണ് അവർ മുറിച്ചത്? ഈ OV റോഡ്, മെയിൻ റോഡ്, ലോവൻസ് റോഡ് വികസനം ഡെവലപ്പ് ചെയ്യാൻ കൗൺസിൽ തീരുമാനിച്ചു. കൗൺസിൽ തീരുമാനിച്ച് അതിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി യോഗം വിളിച്ചു. എങ്ങനെ അത് വികസിപ്പിക്കാൻ കഴിയുക? എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്? എന്തുകൊണ്ട് ഇപ്പൊ തലശ്ശേരി ഇരിട്ടി വളവുപാറ റോഡ് അത് തുടങ്ങേണ്ടത് പഴയ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അത് ആരംഭിച്ചത് ടൗൺ ഹാളിലേക്കാണ്. OV റോഡിലെ കച്ചവടക്കാരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് മുറിച്ചത്. അത് അന്ന് മുറിച്ചിരുന്നില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മുറിക്കുമ്പോൾ 10 പൈസ കൊടുക്കാൻ കഴിയില്ല. അതേസമയത്ത് അന്നത്തെ പദ്ധതിയിൽ പെടുത്തിയിരുന്നെങ്കിൽ ടൗൺ ഹാൾ മുതൽക്ക് പഴയ പോലീസ് സ്റ്റേഷൻ വരെ ഇന്ന് കാണുന്ന OV റോഡിൽ മുഴുവൻ കടകളും പിറകോട്ടാക്കാൻ അന്ന് ആ പദ്ധതിക്ക് ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്നുണ്ട്. സ്ഥല ഉടമകൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസ കൊടുത്ത് ആ റോഡ് വീതിയാക്കാൻ സാധിക്കുമായിരുന്നു. അന്നത് ചെയ്തിട്ടില്ല. എന്നിട്ട് ഒരു അഭ്യാസം എന്ന രീതിയിൽ നമ്മുടെ MLA ചിത്രവാണി ടാക്കീസിൻ്റെ ചുമര് പൊളിക്കുന്നു ഒരു ദിവസം. OV റോഡ് വികസിപ്പിക്കുന്നത് ആ ചുമര് പൊളിച്ചു. ആ ആവേശം പിന്നെ കണ്ടില്ല. പിന്നെ ഒന്നും നടന്നില്ല. ഇപ്പോഴും OV റോഡ് അതുപോലെ തന്നെ. ലോവൻസ് റോഡ് വീതിയാക്കിയിരുന്നെങ്കിൽ പറ്റുമല്ലോ. ലോവൻസ് റോഡിൽ ഇൻ്റർലോക്ക് ചെയ്ത നല്ല റോഡാണ്. ചിത്രവാണികൾക്ക് പുതിയ ബസ് സ്റ്റാൻഡ് വരെയിൽ ഇൻ്റർലോക്ക് ചെയ്ത റോഡ് ഇങ്ങനെ കടകടയായിരുന്നു. അത് മോശമായി കുറേയായി. സമരങ്ങൾ നടന്നു. ചെയർമാൻ ഉറപ്പ് തന്നെ നടക്കും. ഈ പൈസ അതിന് കൊണ്ടുപോയിട്ടാൽ മതി. ലോവൻസ് റോഡ് പൊട്ടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നല്ല റോഡായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, അതിന് മുമ്പേ കോടി സഹാവിന്റെ ചിത്രവാണി റോഡ് പ്രശ്നം എന്താ പറയുന്നത്? ചിത്രവാണി ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ അന്ന് പറഞ്ഞത് പ്ലാസ്റ്റിക് നിർമ്മിത റോഡ്. അത് പറഞ്ഞത് ഇനി ഒരു 15 കൊല്ലത്തേക്ക് ഇത് തുടങ്ങാം. പക്ഷേ 3-4 കൊല്ലം കഴിയുമ്പോൾ അത് പൊളിച്ചു. പിന്നെ ഇന്റർലോക്ക് വന്നു. ഇപ്പോൾ ഇന്റർലോക്കും പൊളിച്ചു. അതുപോലെ മുനിസിപ്പൽ ഓഫീസ് ഉണ്ടെങ്കിൽ തുടങ്ങി BMB സ്കൂൾ വഴി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡ് മെക്കാടം താരങ്ങിയ റോഡായിരുന്നു. അതും പൊളിച്ചു. അപ്പോൾ ശാസ്ത്രീയമല്ല കാര്യങ്ങളൊന്നും. ശാസ്ത്രീയമല്ല. ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിനും ഈ തലശ്ശേരി സുനാമി വന്നപ്പോൾ വെള്ളം കയറിയപ്പോൾ ആ സമയത്ത് ഒരു ചർച്ച നടന്നു. പ്രത്യേകിച്ച് പത്രങ്ങളെല്ലാവരും ഏറ്റെടുത്ത് നടത്തിയ ചർച്ചയായിരുന്നു. ആ ചർച്ചകളിൽ ചോദിച്ചെടുത്ത് അന്ന് ഞങ്ങളൊക്കെ വെച്ച നിർദ്ദേശം തലശ്ശേരി ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ വേണം. എന്ന് വെച്ചാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കടലും വ്യത്യാസം. ആ ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ തലശ്ശേരി മുനിസിപ്പാലിറ്റി എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെ കൊണ്ട് കഴിയില്ല. അതിന് കേരളത്തിലെ പ്രമുഖ REC പോലെയുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘത്തെ തലശ്ശേരിയിൽ ഇറക്കി അവരെ കൊണ്ട് തലശ്ശേരി നഗരത്തെ എങ്ങനെ എരഞ്ഞോളിപ്പുഴയിലേക്കും കുയ്യാലിപ്പുഴയിലേക്കും തലശ്ശേരി കടലും കരയും തമ്മിലെ വ്യത്യാസത്തിലൂടെ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ എങ്ങനെ ചെയ്യാൻ വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ തലശ്ശേരി നഗരത്തിൻ്റെ വികസനത്തിന് തലശ്ശേരി നഗരസഭയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം കഴിഞ്ഞ 9 വർഷമായിട്ട് തലശ്ശേരി നഗരസഭയിൽ കൗൺസിലറാണ്. അതിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നഗരസഭ ഫണ്ട് ഉപയോഗിച്ച് കൊണ്ട് ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. അതിന് ലിമിറ്റേഷൻ. അത് വെള്ളക്കെട്ടിൻ്റെ കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞു. വെള്ളക്കെട്ടിന് സമുദ്രനിരപ്പ് ഉയർന്നിട്ടും ഭൂമിയുടെ നിരപ്പ് താഴ്ന്നിട്ടുമാണ് ഉള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കടൽ വെള്ളം കരയിലേക്ക് കയറേണ്ടതാണ്. എപ്പോഴും നീരൊഴുക്ക് താഴോട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സമുദ്രനിരപ്പ് ഉയർന്നിട്ടും ഭൂനിരപ്പ് താഴ്ന്നിട്ടുമാണ് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ ഈ ശ്രദ്ധയിലുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം, സമഗ്ര ഓവുചാൽ പദ്ധതി നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് നഗരസഭയിൽ. അത് നമ്മുടെ കയ്യിലുണ്ട്. അതിന് ആകെ വേണ്ടത് 16 കോടി രൂപയാണ്. ഈ സമഗ്ര ഓവുചാൽ പദ്ധതി തലശ്ശേരി അല്ലല്ല, സമഗ്ര ഓവുചാൽ പദ്ധതി അത് മാസ്റ്റർ പ്ലാൻ സമഗ്ര ഓവുചാൽ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിരവധി തവണ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് ഓരോ വാർഡിലെയും ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ജംഗ്ഷൻ ബോക്സ് ഉൾപ്പെടെ
അതായത് ഈ ഡ്രെയിനേജിന് ഓരോ ജംഗ്ഷൻ ബോക്സ് ഉൾപ്പെടെ അവസാനം നമ്മുടെ എരഞ്ഞോളി പുഴയിലേക്ക് ഈ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് പുഴയിലേക്ക് വിടുവാനുള്ള പദ്ധതിയുടെ പ്ലാന് നമ്മുടെ കയ്യിലുണ്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ഫണ്ടാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഗതാഗത കുരുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം ഇവിടെയാണ് വരുന്നത്. ലോഗൻസ് റോഡ് നവീകരിക്കുന്നതിൽ യാതൊരു തർക്കവും ഞാൻ ഉന്നയിക്കുന്നില്ല. കാരണം നവീകരിക്കേണ്ടതിന്. പക്ഷേ അവിടെ ചെലവഴിക്കുന്ന 6 കോടി രൂപയാണ്. നമ്മുടെ നിലവിലുള്ള നമ്മുടെ ധനസ്ഥിതി നിലനിർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ ഈ 6 കോടി രൂപ അല്ലല്ലോ, അത് കളയുന്നതിന് യാതൊരു തർക്കമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് തർക്കമില്ല എന്ന് പറഞ്ഞത്. നമ്മൾ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമ്മളൊരു 30 വർഷം മുന്നോട്ട് വേണം കാണാൻ. നമ്മളിപ്പോൾ ചെയ്തത് ഇപ്പം നിലവിലുള്ള താറിട്ട റോഡിനേക്കാൾ വീതി കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കടകൾ താഴ്ന്നിട്ടാണുള്ളത്, റോഡ് ഉയർന്നിട്ടാണുള്ളത്. ഇത് അടുത്ത വർഷം ഈ വരാൻ പോകുന്ന മഴക്കാലം എങ്ങനെയാണ് നമ്മൾ കടന്നു പോകാന്നുള്ളത് ആ കടക്കാർ അവിടെ നിന്ന് കണ്ണീരൊഴുക്കും. പക്ഷേ അത് MG റോഡിലും ടാറിംഗ് കോൺക്രീറ്റ് നടന്നപ്പോൾ ഇതേ വിഷയം വരുന്നു. പക്ഷേ MG റോഡ് പോലെയല്ല, MG റോഡിനേക്കാളും ഉയർന്നിട്ടാണ് ഇതുള്ളത്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇന്നലെ രാത്രിയും കൂടി ഞാനത് പരിശോധിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയതാണ്. അവിടെ കാണുന്ന സമയത്ത് റോഡ് ഇടുങ്ങിയത് മാത്രമല്ല, ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ നേരത്തെ വാഹനങ്ങളുടെ കണക്ക് പറഞ്ഞു ഇതിനി ഇരട്ടിക്കാൻ പോവാണ്. നമ്മളാരും പിന്നോട്ടേക്കല്ല പോകുന്നത്. നമ്മുടെ കാഴ്ചപ്പാട് പിന്നോട്ടാണ് പോകുന്നത് എങ്കിലും ഭരണ സംവിധാനത്തിൻ്റെ കാഴ്ചപ്പാട് പിന്നോട്ടാണെങ്കിലും ജനങ്ങൾ അവരവരുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കണ്ടേ മതിയാവുള്ളൂ. നമ്മുടെ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് 30 വർഷമല്ല, ഇപ്പോൾ 70 വർഷം മുന്നോട്ട് ചിന്തിച്ചിട്ടാണ് അവരിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാലഘട്ടം എല്ലാവരും ഡിപ്രസ്ഡ് ആണ്. തലശ്ശേരി നഗരത്തിലുള്ള ജനങ്ങൾ ചിന്താഗതി മാറിയേ പറ്റൂ. തീർച്ചയായും അല്ലെ, ജനങ്ങൾ ഡിപ്രസ്ഡ് ആണ്. നമ്മളത് മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരേണ്ടത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നമ്മളിപ്പോ 25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആകാശപാത കടൽപ്പാലത്തിന്റെ അടുത്തേക്ക് വരാൻ പോവുകയാണ്. വരണം, യാതൊരു തർക്കവുമില്ല. നമ്മൾ അതിന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന നമ്മുടെ പരിമിതികൾ, നേരത്തെ പറഞ്ഞ റെയിൽവേന്റെ ഒരു പരിമിതി നമുക്കുണ്ട്, അതോടൊപ്പം തന്നെ CRZ പരിമിതിയുണ്ട്, പുരാവസ്തു വകുപ്പിന്റെ പരിമിതി നമുക്കുണ്ട്. ഈ പരിമിതികളെയൊക്കെ നമുക്ക് എങ്ങനെ അതിനെ ഗുണകരമായി മാറ്റാൻ പറ്റും? നമ്മുടെ ഏഷ്യയിലുള്ള ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് നമ്മുടെ തലശ്ശേരിയുടെ തൊട്ടടുത്ത പ്രദേശമാണ്. നമുക്ക് മുഴപ്പിലങ്ങാട് മുതൽ മാക്കൂട്ടം വരെ, പെട്ടിപ്പാലം വരെയുള്ള ഈ ദീർഘമായിട്ടുള്ള കടൽ സമ്പത്തിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. മാഹിയിൽ ഇപ്പം നമ്മുടെ കടൽപ്പാലത്തിൽ ടൈൽസ് ഇട്ടുള്ളത് ഈ കഴിഞ്ഞ ടേമിനാണ്. അവിടെ നമ്മുടെ തൊട്ടടുത്ത മാഹിയിൽ എത്ര വർഷമായി അവിടെ ബീച്ച് വന്നിട്ട്? നഗരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം വരാൻ എത്ര കാലം എടുത്തു? ഇപ്പൊ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞു. ബൈപ്പാസ് 30 വർഷത്തോളം നമ്മൾ 45 വർഷം നമ്മൾ വരും. എന്റെ ഓർമ്മയില്ല, ഇപ്പൊ എന്റെ ഒരു 30 വർഷത്തെ കണക്കാണ്. ഈ 30 വർഷം വരും എന്ന് പറഞ്ഞ് 30 വർഷം എടുത്തു വരാൻ വേണ്ടി. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഉള്ള പദ്ധതി 30 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 45 വർഷത്തിന് ശേഷം നടപ്പിലാക്കുമ്പോൾ കാലം 50 വർഷം മുന്നോട്ട് പോകും. ഇത് അതെ, നമ്മള് ദീർഘവീക്ഷണത്തോടു കൂടി ശ്രീ കരായിരാജൻ, എന്റെ ചോദ്യം ഇത് തന്നെയാണ്. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടോ ശരിക്കും? അത് അരവിന്ദാക്ഷൻ എന്താ അങ്ങനെ തോന്നിയെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ കമ്മിറ്റി ഉണ്ടോ? കട്ട് ചെയ്യാനൊരു കമ്മിറ്റിയൊന്നും. സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറയാൻ സാധാരണ കാര്യങ്ങൾ ആലോചിക്കുന്ന ഒരു സംവിധാനം. അപ്പോൾ ഭരിക്കാൻ അപ്പോൾ അവിടെ ഇരിക്കുന്ന ഭരണ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ ഭരിക്കാനായിട്ട് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. എങ്ങനെയാണ് അതിന്റെ സ്വഭാവം? അങ്ങനത്തെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും സംസാരിക്കേണ്ട വിഷയമല്ല. പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് ആരാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി നിയന്ത്രിക്കുന്നത്? സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളൊക്കെ എല്ലാ പാർട്ടിയിലുള്ളവരും ഇല്ലേ? ഈ നഗരപാലിക ബില്ലിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി. അതെങ്ങനെ കട്ടിങ്ങിനായിട്ട് ഇപ്പൊ അറിവ് പറയുന്നത് എന്ത് എന്നാലും കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരു കമ്മിറ്റിയാണോ പറയുന്നത്? അങ്ങനെ ഒരു കട്ടിങ്, അങ്ങനെ ഒരു ഇത് പ്രേക്ഷകർ കേൾക്കുമ്പോൾ അരവിന്ദാക്ഷൻ എന്താ പറഞ്ഞത്? പ്രധാനപ്പെട്ട പദ്ധതികൾ ചെന്നാൽ അവരിങ്ങനെയൊക്കെ ഉണ്ട്, അവർ ഇങ്ങനെ അങ്ങനെ ഒരു പദ്ധതിയും നഗരസഭക്കകത്ത് വെച്ച് കട്ട് ചെയ്തതായിട്ട് മുറിച്ചു മാറ്റിയതായി ഒരാക്ഷേപവും ഇന്നേ വരെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അരവിന്ദാക്ഷൻ പറഞ്ഞ ആക്ഷേപം ഉണ്ട്? ഇല്ല. ഞങ്ങളുടെ മുമ്പിലോ നഗരസഭ യോഗങ്ങളിലോ അങ്ങനെ പദ്ധതികൾ, നമ്മൾ ആവശ്യപ്പെട്ട പദ്ധതികൾ അല്ലെങ്കിൽ പൊതുവായി സ്വീകരിക്കേണ്ട പദ്ധതികൾ, പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ ഏതെങ്കിലും കട്ട് ചെയ്യപ്പെട്ടതായി. സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നുള്ളത് ഒരു സംവിധാനം തന്നെയാണ്.
അത് ചെയർമാൻമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടങ്ങുന്ന ഒരു സംവിധാനമാണ്. അതിന്റെ മുകളിൽ വേറെ കമ്മിറ്റി ഉണ്ട്? വേറെ കമ്മിറ്റി ഒന്നും, അതിന്റെ മേലെ നഗരസഭ തന്നെ. അതിന്റെ പൂർണ്ണ അധികാരം കൗൺസിലിനാണ്. കൗൺസിലിന്റെ അധികാരമാണ്. കൗൺസിലിന്റെ അധികാരത്തെ മറികടക്കാനൊന്നും ആർക്കും സാധിക്കില്ല. സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് പോലും അതിന് അധികാരമില്ല. സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് നിർദ്ദേശം വെക്കാനേ പറ്റൂ. 56 അംഗ കൗൺസിലിന്റെ ഭരണാധിപന്മാരാണ് ബഹുഭൂരിപക്ഷം. കൗൺസിൽ എന്ന് പറഞ്ഞാലും കൗൺസിൽ UDF 7 മെമ്പറായി. 30 വർഷം മുമ്പ് ഇതേ സ്റ്റാറ്റസ് നിങ്ങൾക്കായിരുന്നു ഓർക്കണം. CT ഉമ്മർകുട്ടി ചെയർമാനായിരിക്കുന്ന കാലത്തിന് ശേഷമാണ് ഇടതുപക്ഷം വരുന്നത്. അത് നേരെ രീതിയിൽ വന്നതല്ല. ചോദ്യം ചെയ്യാലോ. കോടിയേരി പഞ്ചായത്ത് നേരല്ലാത്തതിന് ചോദ്യം ചെയ്യാൻ സംവിധാനം ഉണ്ടല്ലോ. ചോദ്യം ചെയ്തോ? കോടിയേരി പഞ്ചായത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ സംവിധാനം ലയിപ്പിക്കാൻ നിയമപരമായിട്ട് അനുമതി കിട്ടിയല്ലോ. എന്തുകൊണ്ട് കോടതിയെ കോടിയേരി പഞ്ചായത്തിൽ ലയിച്ചില്ലെങ്കിലും നഗരസഭയിൽ ഭൂരിപക്ഷം ഉണ്ടല്ലോ. കോടിയേരി പഞ്ചായത്ത് ഇല്ലാത്ത പ്രദേശം അതിപ്പോ ഇല്ലതാ. അന്ന് കോടിയേരി പഞ്ചായത്ത് ഇല്ലാത്ത തലശ്ശേരി നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോടിയേരി പഞ്ചായത്തിനെ ലയിപ്പിച്ചത്. രാഷ്ട്രീയമായിട്ട് ഇരുകൂട്ടരും ചെയ്യുന്നുണ്ട്. പാനൂർ നഗരസഭ ഉണ്ടായത് എങ്ങനെയാ നോക്കിയാൽ അത് ഇപ്പോഴും പരാതി അല്ല, അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പാനൂരും കരിയാടുമായിട്ട് ഒരു ബന്ധമില്ല. അവിടെ പുതിയ ഇതെല്ലാം ആരോപണവും പ്രത്യാരോപണവും മാത്രമാണ്. അല്ല, ഇതൊന്ന് പറഞ്ഞോട്ടെ, അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. ഈ 16 കോടിയുടെ ഡ്രൈനേജ് സിസ്റ്റം ലിജേഷ് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സംഭവം അതൊക്കെ നടപ്പിലാക്കേണ്ടതില്ലേ? ശരിക്കും ഈ ഫണ്ടുകളൊക്കെ അതിനകത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് ആ ഒരു പ്രൊജക്ട് നടപ്പിലാക്കിയിരുന്നു എങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഡ്രൈനേജിന് മുനിസിപ്പാലിറ്റിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അതിന് ചെലവഴിക്കാൻ പറ്റും. ഈ ഫണ്ടുകളൊന്നും അതിന് മാറ്റി ചെലവഴിക്കാൻ പറ്റില്ല. ഡ്രൈനേജിന് കിട്ടിയ ചെലവഴിക്കാനുള്ള തുക ഡ്രൈനേജിന് തന്നെ ഒരു മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനമാക്കി കിട്ടുന്ന ഫണ്ടാണ്. അത് മാറ്റി ചെലവഴിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഈ ഫണ്ട് കിട്ടിയാൽ അത് ചെലവഴിക്കുന്ന കാര്യത്തിൽ ഒരമാന്തവും നഗരസഭയിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. ഇതിൽ തന്നെ 2-3 വിഷയങ്ങൾ വന്നല്ലോ. ഒന്ന്, ഈ ലോഗൻസ് റോഡിൻ്റെയും പിന്നെ അതുപോലെ തന്നെ OV റോഡിൻ്റെയും വികസനം സംബന്ധിച്ച് നമ്മൾ കാണേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ആവശ്യം ശരിയാണ്, പക്ഷേ നഗരത്തിലൊരു വലിയ വിഭാഗം ആളുകൾ അല്ലെങ്കിൽ കച്ചവട സമൂഹം ആ വികസനത്തോട് താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ, നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം വിളിച്ച് ഒരുപാട് തവണ ശ്രമിച്ചിട്ടുള്ളതാണ് OV റോഡിൻ്റെ വികസനം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംയുക്തമായി കച്ചവടക്കാരെ വിളിച്ചു, അവരെ പിന്നെ സമ്മതത്തിന് വേണ്ടി ചോദിച്ചു. വലിയ എതിർപ്പുകളാണ് അതിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ആവശ്യം നടക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ നടന്നില്ലെങ്കിലും OV റോഡിൽ സുഗമമായി യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെ വേണം, സൗകര്യം വേണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കോൺക്രീറ്റ് റോഡാക്കി മാറ്റിയത്. ഏറ്റവും ബലമുള്ള പരാതികളൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് ആയിരുന്നു, നല്ല നിർമ്മാണ പ്രവൃത്തി അതിനകത്ത് നടന്നിട്ടുണ്ട്. MG റോഡിന്റെ മാറ്റം എത്ര വിമർശനങ്ങളായിരുന്നു. MG റോഡിൽ വലിയ മാറ്റമുണ്ടായി. ഇതേപോലെ തന്നെ ലോഗൻസ് റോഡും ഈ ഒരു പ്രശ്നം തന്നെയുണ്ട്. ആവശ്യം വളരെ പ്രധാനമാണ്. പിന്നെ നമ്മളിപ്പോൾ കാണേണ്ട ഒരു പ്രശ്നം, ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ഫ്യൂച്ചർ എന്താണ് എന്ന് സങ്കല്പിക്കുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ നഗരത്തിലെ റോഡുകൾ വികസിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ നഗരത്തിൻ്റെ സാറ്റലൈറ്റ് നഗരങ്ങളായി സമീപ പ്രദേശങ്ങൾ വരിക എന്നുള്ളതാണ് പുതിയ കാലത്തിന്റെ ഫ്യൂച്ചറിന്റെ ആവശ്യം. ഈ നഗരങ്ങളിൽ പരിമിതിയുണ്ട് എന്ന് മാത്രമല്ല, തലശ്ശേരി നഗരം വികസിക്കുന്നതിൽ പരിമിതിയുണ്ട്. ഈ ചുറ്റും തലശ്ശേരി നഗരം ഇപ്പം സബ് സിറ്റീസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നഗരത്തിലുള്ള സബ് റോഡ്സ് ഉണ്ട്. ഇതേപോലെ നമ്മുടെ പോക്കറ്റ് റോഡ് നവീകരിക്കണം. നിലവില് നമ്മൾ മെയിൻ റോഡുകൾ മാത്രം, ഇത് കുളിക്കാതെ പൗഡർ ഇടുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ലി പറയാറില്ലേ, കുളിക്കാതെ പൗഡർ ഇട്ടിട്ട് സുന്ദരനാക്കുക. ഈ ഒരു നഗരത്തിൽ ഇപ്പൊ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ലോഗൻസ് റോഡ് പിന്നെ അതേപോലെ തന്നെ MG റോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ള ഈ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനോട് ചേർന്നിട്ടുള്ള പോക്കറ്റ് റോഡുകളെല്ലാം തന്നെ ഗതാഗത യോഗ്യമാക്കണം. അതിനെ പരമാവധി ലോഗൻസ് റോഡിൽ നിന്ന് നമ്മുടെ NCC റോഡിലേക്ക് പോകുന്ന 3 പോക്കറ്റ് റോഡുകളുണ്ട്. ഇതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് നിർദ്ദേശം നൽകും. അതിനെ ട്രാഫിക് സിസ്റ്റമായിട്ട് തന്നെ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ അതിന്റെ മെയിൻ റോഡിൽ നിന്ന് ലോഗൻസ് റോഡിലേക്ക് വരുന്ന നിരവധി പോക്കറ്റ് റോഡുകൾ, ചെറിയ റോഡുകൾ, അതിനെ എന്ത് ചെയ്യണം, നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. ഇതിനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ടീമിനെ ഇതിനു വേണ്ടി മാത്രം നിയോഗിക്കാൻ വേണ്ടി സാധിക്കണം. ഇത് കിട്ടുന്നതും ശശി, മുട്ടുന്നതും ശശി, പാടുന്നതും ശശി എന്ന് പറഞ്ഞ പോലെ ചെയ്യുന്നത് മുഴുവൻ ഒരു വിഭാഗം ആളുകൾ മാത്രം. ഇതിനെ ഓരോ സബ് ടീമുകളെ സൃഷ്ടിച്ചുകൊണ്ട് നഗരത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരു
വലിയ ഒരു പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് എല്ലാം ചെയ്യുന്നത് നമുക്ക് ഇപ്പം MLA കെട്ടുന്നതും ശശി മുട്ടുന്നതും ശശി എല്ലാം ശശി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൊടുത്ത അധികാരത്തിന്റെ പുറത്തല്ലേ അതെല്ലാം ചെയ്യുന്നത്. അല്ലല്ല, ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് ഈ നഗരസഭയെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ പല MLA-മാരുടെയും നിലപാടുകൾ ജയിച്ചു കഴിഞ്ഞാൽ യോജിപ്പാണ്. സർവ്വരാഷ്ട്രീയ വികസനം, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു വികസനം വരുമ്പോ തലശ്ശേരിയിൽ ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് നടത്തിയാൽ മതി. എന്താണത്? അങ്ങനെ ഒരു ഏത് വിഷയമാണോ കാഴ്ചപ്പാട് ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ഞാൻ മാത്രം ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ കാഴ്ചപ്പാട് മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇത് 4 പേര് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ഒരു വിഷയമാകുന്ന സമയത്ത് അതിൽ എന്നേക്കാൾ നല്ല നിർദ്ദേശം രാജേട്ടൻ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കുവാനുള്ള മനസ്സ് ഞാൻ കാണിക്കേണ്ടതായിട്ട്. കലാരായും ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അതിനകത്ത്, ഏതൊക്കെ വിഷയങ്ങളിലാണ് അങ്ങനെ ഏകപക്ഷീയമായി പോയത്? ഇത് ഈ ലോഗൻസ് റോഡ് ഇപ്പൊ ചെയ്യുന്ന ഈ ലോഗൻസ് റോഡിന്റെ പണി നിശ്ചയിച്ച് എല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷമാണ് നഗരസഭയെ പോലും അറിയിക്കുന്നത്. ഇത് നഗരസഭയെ അറിയിക്കുന്നതിന് മുന്നേ തന്നെ ഈ 6 കോടി രൂപ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം, നമ്മുടെ പരിമിതികൾ, അതായത് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഈ 6 കോടി നമുക്ക് ഈ ഗതാഗതത്തിന് എങ്ങനെ പരമാവധി ഉപയോഗപ്പെടുത്താം. ഈ പരമാവധി ഇത് പിന്നെ ഇതിന്റെ കട്ടി കൂട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തതിനെ കൊണ്ട് ഈ ഫണ്ട് തീർക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചതിനെ കൊണ്ട് കാര്യമില്ല. ഇത് എങ്ങനെ പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താം ഈ വീതി കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2 സൈഡും പിന്നെ കുറച്ചും കൂടി വീതി എടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നവാസ് ഖാന്റെ നാളെ പോകുന്ന സമയത്ത് ചെയ്യാൻ സാധിക്കുന്ന ഭാഗങ്ങൾ പോലും ഇപ്പൊ പറയുന്നതിൽ പോലെ. കാരണം പണ്ടേ നമ്മൾ അവിടെ കോർപ്പറേഷൻ ബാങ്കിന്റെ ആ സ്ഥലം ഉൾപ്പെടെ എല്ലാം കട്ട് ചെയ്ത് പൈസ കൊടുത്തതാണ്. താജ് ലോഡ്ജിന്റെ അടക്കം പൈസ നമ്മൾ പലപ്പോഴും വാർത്ത കൊടുത്തിട്ടില്ല. കോർപ്പറേഷൻ ബാങ്ക്, അതായത് പാരീസ് ഹോട്ടലിലേക്ക് പോകുന്ന കോർപ്പറേഷൻ ബാങ്ക് അടക്കം അവരെ ഒഴിപ്പിച്ചതിന് ശേഷം ഒരാൾ ആ കെട്ടിടം എടുത്ത കെട്ടിടക്കാരന് ഈ ഒഴിപ്പിച്ച സ്ഥലത്തിന്റെ അതേ ഇന്ന് നിലവിൽ എങ്ങനെ ബിൽഡിംഗ് അതേ ബിൽഡിംഗ് എടുക്കാൻ ഇതേ മുനിസിപ്പാലിറ്റി അനുമതി കൊടുത്തു. ഗൗരവമേറിയ വിഷയമാണ്. കാരണം പൈസ അടക്കം ഇപ്പം താജ് ലോഡ്ജിന്റെ ബിൽഡിംഗ് അടക്കം അവർക്കെല്ലാം സൈഡ് ചെത്തി എടുക്കുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് നമുക്ക് അവിടെ. ആ സ്പേസ് നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, അത് പിന്നെ ഈ പാരീസ് ലൈനിൻ്റെ അവിടെ മാത്രം കിട്ടിയത് കൊണ്ടായില്ല. ഇപ്പോൾ നിങ്ങൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ഈ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ കാര്യത്തിൽ, ഇപ്പം എന്ന് പറഞ്ഞാൽ അമ്മയും കുഞ്ഞും ആശുപത്രി എല്ലാ ആളുകളുമായിട്ട് സംസാരിച്ച് അതിൻ്റെ സഹകരണത്തിന് വേണ്ടി, അതിൻ്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി പരിശ്രമിച്ചു. അതൊരു വലിയ പ്രൊജക്റ്റായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ പറഞ്ഞാലും ഇതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കുക, ജനകീയമായ ഒരു സംരംഭമാക്കി അതിനെ മാറ്റുക എന്നതിൻ്റെ പിന്നിൽ യശസ്വരനായ കോടിയേരിയുടെ പങ്ക് വളരെ പ്രധാനമാണ്. അതൊരു കോടിയേരി ടച്ച് തന്നെയാണത്. അത് കേരളത്തിന് തന്നെ മാത്രമേ. ഞാൻ ഈ അമ്മയും കുഞ്ഞും ആശുപത്രി എന്തുകൊണ്ട് നീണ്ടുപോകുന്നു എന്നുള്ളത് നമ്മൾ അഭിമുഖീകരിക്കുന്ന CRZ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിരുന്നു. അത് മാറ്റിയെടുക്കാൻ വേണ്ടി എത്രമാത്രം ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ തലശ്ശേരി ആശുപത്രിയുമായി ബന്ധപ്പെട്ട വികസനത്തിന് തടസ്സമുണ്ടാകുന്നത് ഈ പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ആ തടസ്സങ്ങൾ ഡൽഹിയിലടക്കം പോയി, നഗരസഭ ചെയർമാനടക്കമുള്ള ആളുകൾ ഡൽഹിയിലടക്കം പോയി ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും, എന്തിന് BJP-കാരുടെ പോലും പിന്തുണയും സഹകരണം ആവശ്യമായിരുന്നു. കോൺഗ്രസ്സുകാരുടെ സഹകരണം അന്ന് ആവശ്യമായിരുന്നു. അവരെയൊക്കെ ആലോചിച്ച് നിങ്ങൾ അറിയാതൊരു കാര്യമുണ്ട്. നിങ്ങളിത് കൃത്യമായി കാര്യങ്ങൾ അറിയാതെയാണ് പറയുന്നതെന്നാണ് ശ്രീ കാരായി പറയുന്നത്. അമ്മയും കുഞ്ഞും ആസ്പത്രി എന്താ എന്ത് ബന്ധം? അതെ, MLA അങ്ങനെ വരുമ്പോഴല്ലോ ഒരു ഭരണത്തിന്റെ തുടർച്ചയാണ്. MLA കാരണമാണ് നമ്മുടെ പരിസ്ഥിതിന്റെ ആദ്യത്തെ മെമ്പർ കാസർകോട്ടെ ഹരിനാരായണൻ വന്നപ്പോൾ ഒരാളെ അറിയിക്കണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ സ്പെഷ്യൽ ഓഫീസറെയും കൂട്ടി ഒറ്റയ്ക്ക് ആ മെമ്പർ പോയി. ആ മെമ്പർ പോയി അവിടെ സ്ഥലം കണ്ടെടുത്ത് പറഞ്ഞു ഇത് മുഴുവൻ തണ്ണീർത്തടവും കണ്ടൽക്കാടും ആണെന്ന് ഇവിടെ തെരുവിലാന്ന്. MLA ആയിട്ട് ആ മെമ്പറും MLA തമ്മിൽ അസ്വാരസ്യമാണ്. മുഖ്യമന്ത്രിയുടെ ആഫീസറെ കയ്യിൽ ഇടപെട്ടുണ്ട്. പക്ഷേ ഹരിനാരായണൻ എഴുതിയ റിപ്പോർട്ടിനെതിരായി. ആ റിപ്പോർട്ട് മാറ്റാൻ ഞാനും CK രമേശനും തിരുവനന്തപുരത്ത് നഗരസഭയുടെ വാർഷികാഘോഷത്തിന്റെ എക്സിബിഷൻ ഒരു കാര്യം ബോധ്യപ്പെട്ടില്ലേ? എല്ലാവരും ഉന്നയിച്ച ആരോട് MLA-ക്കെതിരെയാണ് പറഞ്ഞു പൂർത്തിയായി. പോയപ്പോൾ അവിടെ വെച്ച് കുര്യൻ IAS ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി RK ബാലകൃഷ്ണനെ കൊണ്ട് വിളിച്ച് സംസാരിപ്പിച്ച് അവിടെ പോയി
അതിന് ഇതിനെല്ലാം ചില സിസ്റ്റം സിംഗിൾ കമ്മിറ്റി പറഞ്ഞാൽ അതിന് സബ് കമ്മിറ്റി 3-ാം കമ്മിറ്റി വെച്ച് അതിനെ ഓവർടേക്ക് ചെയ്യും. അങ്ങനെ 3-ാം കമ്മിറ്റി വെച്ച് ഓവർടേക്ക് ചെയ്യും. ആ 3-ാം കമ്മിറ്റി വന്നത് ഏറ്റവും വിശ്വസ്തരായ തിരുവനന്തപുരത്ത് അതിന് അനുകൂലമായ റിപ്പോർട്ട് എഴുതുന്നയാളെ വെച്ചുകൊണ്ട് നമ്മൾ കൊണ്ടാകുന്ന 3-ാം കമ്മിറ്റി. ആ 3-ാം കമ്മിറ്റി കൊണ്ടാകുന്ന നേരത്ത് ഈ സൂപ്രണ്ടോട് സ്പെഷ്യൽ ഓഫീസറോട് ഞാൻ പറഞ്ഞു, ഇനി അത് വരുമ്പോൾ ഒറ്റയ്ക്ക് കൂട്ടിയിട്ട് പോകണ്ട, ഫുൾ രാഷ്ട്രീയ പാർട്ടീൻ്റെ വികസന സമിതി ഞങ്ങളെ കൂട്ടിയിട്ടേ പോകാം. അങ്ങനെ 3 നാളെയും കൂട്ടി പോയി. അവരോടാണ് നമ്മൾ പറഞ്ഞു, ഇത് കേരള ഗവർണർ അടക്കം പൂഴ്ത്തിയൊരു സംഭവമാണ്, ഇത് നിങ്ങൾ തടസ്സം നിൽക്കരുത്, ഇത് നിങ്ങൾ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു, നമുക്ക് തെങ്ങില്ല സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ 50 പോലും ഉണ്ടാവും, തെങ്ങില്ല സ്ഥലങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇത് മാർക്ക് ചെയ്യാം. 5 ഏക്കർ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് 2.5 ഏക്കർ എടുത്ത്. അപ്പോൾ അതിനൊക്കെ പ്രതിപക്ഷത്തിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല, യുഡിഎഫിൻ്റെ പങ്ക്. പക്ഷേ ഈ അവിടെ ആസ്പത്രിയിൽ ഇപ്പം ഈ അമ്മയും കുഞ്ഞ് ആസ്പത്രിയിൽ നിന്ന് പറഞ്ഞിട്ട് പല കമ്മിറ്റിയാണ് നടക്കുന്നത്. ആ കമ്മിറ്റി നടക്കുമ്പോൾ വികസന സമിതി അംഗങ്ങളോ മറ്റു പുറത്തുള്ള രാഷ്ട്രീയക്കാരെയോ ഒന്നും അതിൻ്റെ അകത്ത് വിളിച്ച് ചേർക്കുന്നില്ല, അറിയിക്കുന്നില്ല. കൊടുവള്ളി ഓവർബ്രിഡ്ജ് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ് 7.5 കോടി രൂപ ആദ്യം പ്രഖ്യാപിച്ചത്. അങ്ങനെയാണ് സ്ഥലം എടുക്കലിന് ആദ്യം പോസ്റ്റ് ഓഫീസിൻ്റെ തർക്കം വന്നു. പോസ്റ്റ് ഓഫീസിൻ്റെ തർക്കം വന്നേരത്ത് മയപ്പെടുത്തി സംസാരിച്ച് കൂട്ടിച്ചേർക്കേണ്ടതിന് പകരം അവിടെ ഉടക്കിക്കൊണ്ട് അവർ കോടതിയിൽ പോയി. കോടതിയിൽ പോയതിനു ശേഷം ഞാൻ കളക്ടർ DDC മീറ്റിങ്ങിൽ വിഷയം ഉന്നയിച്ചു. DDC മീറ്റിംഗ് എന്ന് പറഞ്ഞു, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കോടതി കേസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് നീക്കം ചെയ്യാണ്ട് കഴിയില്ല. അപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഞാനത് നീക്കൂല, ഞാളെ സ്ഥലം എക്വയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കാണട്ടെ. പോസ്റ്റ് ഓഫീസിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കളക്ടർക്ക് എക്വയർ ചെയ്യാൻ പറ്റില്ല, കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥലമാണ്. അങ്ങനെ കെ മുരളീധരൻ MP കാര്യം സംസാരിച്ചു. പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ കണ്ട് ചർച്ച നടത്തി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു 1.5 മാസം കൊണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലം ഈ ഗവൺമെൻറ്റിന് പതിച്ചു കൊടുത്തു. അങ്ങനെ കൊടുവള്ളി ഓവർബ്രിഡ്ജിൻ്റെ പ്രവർത്തനം നടത്താൻ ആരംഭിച്ചു. അതുമായിട്ട് മുമ്പോട്ട് പോയി. ആ സ്ഥലം എടുക്കുന്നതിന് മുഴുവൻ KC ജോസഫ് മന്ത്രിയെ ഇരുത്തി ചർച്ച ചെയ്തിട്ടാണ് അടുത്ത 21ഓളം ആളുകളുടെ സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തത് അല്ല, അന്നേരം MLA അതിൽ സഹകരിക്കുന്നുണ്ട്. ഈ MLA വന്നതിന് ശേഷമാണ് സഹകരിക്കലോ. ഈ MLA വന്നതിന് ശേഷം എന്ന് വെച്ചാൽ ഒന്നിനും സഹകരണം വേണ്ട, ആരും വേണ്ട, ഞാൻ മതി എന്നാൽ MLA എല്ലാവരെയും സഹകരിപ്പിക്കുന്നതിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് പലപ്പോഴും പിന്നെ സ്വന്തം പാർട്ടിക്കാരെ സഹകരിപ്പിക്കുന്ന ഞാൻ ഉന്നയിക്കുന്നത് ഒരുപക്ഷെ സ്വന്തം പാർട്ടിക്കാരറിയുന്നതിനേക്കാൾ മുമ്പ് ഇതുപോലുള്ള പൊതുവിഷയങ്ങൾ അറിയുന്നതും അറിയിക്കുന്നതും മറ്റ് രാഷ്ട്രീയക്കാരെയാണ്. അതൊരു ജനാധിപത്യ പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ട് MLA ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ പ്രതിപക്ഷ ബഹുമാനം എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് തലശ്ശേരിയുടെ കോടിയേരി തൊട്ട് എല്ലാവരും ഞാൻ പറയുന്നത് ഉണ്ടാവുന്നുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിക്കാർ അറിയുന്നത് പ്രതിപക്ഷ സഹകരണം തേടുന്നുണ്ട് ഒരു പിന്നെ സമീപനമാണ് അക്കാര്യത്തിൽ MLA സ്വീകരിച്ചു വരുന്നത്. ഞാൻ പറയുന്നത് ഇതൊക്കെ പിന്നെ യാഥാർത്ഥ്യമാവുന്നത് ഈ MLAയുടെ കാലത്താണ്. ഇപ്പോൾ പിന്നെ കൊടുവള്ളി ROB ആയാലും പിന്നെ മാഹി ബൈപ്പാസിന്റെ വിഷയങ്ങളായാലും പിന്നെ ഈ യാഥാർത്ഥ്യമാകുന്നത് ഈ UDF ഗവൺമെന്റ് പോകുമ്പോൾ ഇതെല്ലാം സമാഹരിച്ചു വെച്ചാൽ പൂർത്തിയാക്കാൻ 1-2 കൊല്ലം വേണ്ടു. അതെന്താ അരവിന്ദാക്ഷ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം തറക്കല്ലിട്ട് വെക്കും, പക്ഷെ ഒന്നും നടക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫിഷിംഗ് ഹാർബർ നീക്കിയതിനാണ് തറക്കല്ലിട്ടു, കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ. ആ പദ്ധതി പൊളിഞ്ഞു. പിന്നീട് UDF വന്നു. UDF വന്നേരത്ത് AKR ഫോളോ അപ്പ് നടത്തി കൃത്യമായി പൂർത്തിയാക്കാൻ തലശ്ശേരിക്ക് MLA ഒരുക്കി UDF ആയിട്ടില്ല. അപ്പൊ പൂർത്തിയാക്കേണ്ട ബാധ്യത UDF അല്ല ചെയ്യേണ്ടത്, MLA ചെയ്യേണ്ടത്. ആ MLA 10 കൊല്ലം കഴിഞ്ഞിട്ടാ ആശുപത്രിയിൽ കുട്ടി 7ാം ക്ലാസ് പഠിക്കേണ്ട സമയമായി. തലശ്ശേരിയിൽ കാണുന്ന ഏതൊരു വികസനത്തിൻ്റെയും പിന്നിൽ തലശ്ശേരി MLAയുടെ നഗരസഭയുടെ അല്ലെങ്കിൽ അത്തരം പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെ പങ്ക് വളരെ നിർണായകമായിരുന്നു. അപ്പോൾ അത് പിന്നെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൽ സ്വാധീനിക്കേണ്ട വിഷയമാണെങ്കിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സംഘടിപ്പിച്ചെടുക്കേണ്ട ആവശ്യമാണെങ്കിൽ ആ സഹകരണം എല്ലാവരെയും തേടിക്കൊണ്ട് MLA കോടിയേരി എന്നുള്ള നിലയിൽ ആ കാലത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്ന സ്പീക്കർ എന്നുള്ള പദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെ തലശ്ശേരിയുടെ വികസനത്തെ ഏറ്റവും ത്വരിതപ്പെടുത്താനുള്ള പരിശ്രമം എന്ന നിലയിൽ എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു ചേർത്ത് മാസാമാസം റിവ്യൂ ചെയ്തുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ കഴിയുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ പദ്ധതികളൊക്കെ വേഗതയിലാവുന്നത്, യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെയാണ്
ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വർഷം നടത്തിയിരുന്നെങ്കിൽ ഇതിപ്പോ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു വൈ- അവലോകന വൈ- പരമ്പരയാണ്. എങ്ങനെ? അതിന് തലശ്ശേരിയിലെ പത്രക്കാരെ കുറച്ച് പിന്തുണയും വാങ്ങി അവലോകന യോഗ പത്രക്കാരങ്ങനെ ആർക്കും പിന്തുണ കൊടുക്കുന്നവരല്ല. പത്രക്കാർ വാർത്ത വന്നാൽ കൊടുക്കണമല്ലോ. സ്പീക്കർ തലശ്ശേരി MLA അദ്ദേഹം സ്പീക്കറാണ്. അദ്ദേഹം നടത്തുന്ന അവലോകന യോഗങ്ങളുടെ വാർത്ത വന്നാൽ കൊടുക്കുന്നതിന് തന്നെ എഴുതിയ ചെറുക്കക്കാർ കുടിവെള്ള പദ്ധതിയുണ്ട് 19 കൊല്ലം മുമ്പേ അല്ല, എത്തി അല്ല, എവിടെയെത്തി അത് പാസ്സായി അങ്ങനെ പറയുന്നു. അല്ല, ചെറുക്കാർ കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച നിങ്ങൾ എന്നെ എഴുതിയ 10 തവണ ഞാൻ ഈ വാദപ്രതിവാദങ്ങൾക്ക് ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല. ഭാഗമാക്കാൻ പറ്റാത്തോടാണോ? അതിനുള്ള മെറ്റീരിയൽ കയ്യിലെത്തോണ്ടല്ലോ. കാരണം ഇത് ഈ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്ന് അതിനൊരു വാദപ്രതിവാദത്തിലേക്ക് അല്ലല്ല, അതിന്റെ കാരണമുണ്ട്. ഞാൻ പറയാൻ കാരണം അമ്മയും കുഞ്ഞും ഹോസ്പിറ്റൽ ഇന്നും ഡിലേ ആവുന്നതിന്റെ ന്യായവും അന്യായവും പിന്നെ അതിന്റെ സാങ്കേതികത്വവും നടപടിക്രമങ്ങളും പറഞ്ഞിട്ട് നമ്മൾ പരസ്പരം ഇവിടുന്ന് ചർച്ച ചെയ്യുന്നു. നവാസിക്ക് ഇതിന്റെ സാങ്കേതികത്വവും നടപടിക്രമവും അറിയുന്നത് കൊണ്ട് നിങ്ങൾ ഇത് കേട്ടു നിന്നു. ഈ നടപടിക്രമവും സാങ്കേതികത്വവും തടസ്സങ്ങളും ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് ഞാനെന്താ വേണ്ടേ എന്നല്ലേ ഓരോ ചോദ്യം ഉണ്ടാവുക. അവരുടെ അടുത്ത് പണം വാങ്ങിച്ചിട്ടാണ് ആ സ്ഥലം എടുത്തത്. ഇത്രയും സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാവാൻ പോകുന്ന ഒരു സ്ഥലം ജനങ്ങളുടെ പണം എടുത്ത് വാങ്ങിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് അറിയില്ലേ ഇതെല്ലാം തടസ്സമാണ് എന്നുള്ളത്? ഈ അറിവില്ലാത്ത ഈ അല്ലല്ല, ഈ പിന്നെ കൃത്യമായിട്ട് സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ച തീരുമാനം ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം ബോധ്യപ്പെടുത്തേണ്ടതാരാ? ഈ ബോധ്യപ്പെടുന്ന ഈ തടസ്സങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതില് ഈ സാങ്കേതിക തടസ്സങ്ങളൊക്കെ CR-സെറ്റിൻ്റെതുണ്ട്, ഡാറ്റാ ബാങ്കിൻ്റെത് ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന ആത്മവിശ്വാസത്തോടു കൂടി ആ നടപടിക്രമത്തിലേക്ക് പോകുന്ന സമയത്ത് അതിനെ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയണം. ഇത് നമ്മുടെ കഴിവുകേടാണ് എന്നുള്ള കൃത്യമായി പറയാനുള്ള മറുപടി നമ്മൾ ഏറ്റെടുക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ഈ പലപ്പോഴും പല പദ്ധതികൾക്കും ഉടക്ക് വെക്കുന്നത് ചില ഉദ്യോഗസ്ഥന്മാരുടെ സമീപനമുണ്ട്. തികച്ചും സാങ്കേതികമായ നൂലാമാലകളിൽ പിടിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം എല്ലാ കാലത്തും എല്ലാ സംവിധാനത്തിൻ്റെ കീഴിലുണ്ട്. ഈ അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് വേണ്ടി കണ്ടെത്തിയ സ്ഥലം അന്ന് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുണ്ടായിരുന്നതും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു കാര്യം, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ഭൂമി, തണ്ണീർത്തടങ്ങൾ, കണ്ടൽ ഭൂമികൾ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി നികത്താം, അത് ഉപയോഗിക്കാം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ധാരണ മാത്രമല്ല, അതൊരു വ്യവസ്ഥയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുമ്പോട്ട് പോയത്. അവിടെ അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ ആ ധൈര്യത്തിൽ എടുക്കുകയും അത് മറികടക്കാൻ നമുക്ക് സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ എങ്കിലും ചില ഉദ്യോഗസ്ഥന്മാർ വന്ന് ഉടക്കിട്ടാൽ അതിന്റെ നൂലാമാലകളിൽപ്പെട്ട് ഇങ്ങനെ ഇതും കാരണങ്ങളാണ്. കാരണം ഇന്ന് തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ രാത്രിയിൽ ഒരു ബൈക്ക് സ്കിഡായിട്ട് ഒരാൾ പോവാണ്. എക്സ്റേ എടുക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല. മിനിമം ഒരു എക്സ്റേ തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു 8 മണിക്ക് എൻ്റെ ബൈക്ക് ഒന്ന് സ്കിഡായി, മഴയത്തൊന്ന് സ്കിഡായിട്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ പറയുന്നത് നാളെ രാവിലെ വാ എക്സ്റേ എടുക്കാം. ഇതാണ് തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വികസന സമിതി അംഗമാണിത്. ഇതിന്റെ കാരണം ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി കടന്നു പറയാം. ഇവിടെ 2 പേർക്കും ഓരോ ഹോസ്പിറ്റലുണ്ട്. തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലും ഉണ്ട്. അവിടെ രാത്രിയിൽ ഒരു ചെറിയ ആക്സിഡന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ രോഗി അവിടെ പിന്നെ എക്സ്റേ കിട്ടിയിട്ടില്ല, നേരെ പോകുന്ന ഏത് ഹോസ്പിറ്റലിലേക്കായിരിക്കും? ഇത് ആരോപണമായിട്ട് ഉന്നയിക്കുന്നില്ല, ഒരു സാമാന്യ ബുദ്ധി മാത്രമാണ്. അതിനൊരു മറുപടി വേണം. കാരണം സാധാരണക്കാരെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പൊ കടന്നു വന്നിരിക്കുന്നത്. ശ്രീ കാരായിരാജൻ പ്രധാനപ്പെട്ട വിഷയമാണ് വന്നിരിക്കുന്നത്. തീർത്തും സാധാരണക്കാരെ ബാധിക്കുന്ന 2 പ്രധാന, ഒന്ന് എക്സ്റേ പ്രവർത്തിക്കുന്നില്ല ഇത്രയും വലിയൊരു ആശുപത്രിയിൽ, കോൾ ഡ്യൂട്ടി ഇല്ലാതായിരിക്കുന്നു. ഇത് നമ്മൾ ആ കാര്യം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള അടിസ്ഥാനപരമായ വികസനത്തെ നമ്മൾ കാണാതിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇതിപ്പോൾ നിങ്ങൾ ഈ എനിക്കത് ഒരു വസ്തുതാപരമായിട്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം നിലനിൽക്ക് അത് പരിശോധിച്ചിട്ട് മാത്രമേ പറയാൻ സാധിക്കൂ. പക്ഷേ ആധുനിക പെട്ടെന്ന് ടെക്നീഷ്യന്മാരില്ലാത്തതിന്റെ ഫലമായിട്ട് അതിനത് ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ആശുപത്രി വികസന സമിതി വിചാരിച്ചാൽ തന്നെ എമർജൻസി ഓപ്പറേഷൻ അല്ല, ഇതിലൊരു വിഷയം എന്താണെന്നറിയോ?
ആശുപത്രി വികസന സമിതി എന്നൊരു സാധനമുണ്ട്. അതിനകത്ത് താങ്കളുടെ പ്രസ്ഥാനത്തിന്റെ ആളുണ്ട്, അരവിന്ദാക്ഷ പ്രസ്ഥാനത്തിന്റെ ആളുണ്ട്. അതിനകത്ത് ലക്ഷക്കണക്കിന് ഉറുപ്പിക കിടക്കുന്നുണ്ട്. ക്യാൻറ്റീനൊക്കെ നടത്തി എല്ലാ ലാഭം, എല്ലാ പൈസ കിടപ്പുണ്ട്. എന്തേ ഒരു ടെക്നീഷ്യൻ നിയമിച്ചാൽ എന്താ നിയമിക്കാത്തത്? ഈ HMC-യിൽ BJP-യുടെ പ്രതിനിധി ഈ വിഷയം ഉന്നയിക്കാതെ ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടോ എന്ന് അരവേട്ടൻ ഇപ്പൊ BJP-യുടെ പ്രതിനിധി കൃത്യമായി MP സുമേഷാണ് HMC മെമ്പർ. MP സുമേഷ് ഈ വിഷയത്തെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി റിട്ടൺ ആപ്ലിക്കേഷൻ എല്ലാ വിഷയങ്ങളിലും തീരുമാനമായി വരുന്ന ഒരു സ്വഭാവം ഇല്ല. അതെന്തുകൊണ്ടാണ്? ഹരീഷ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ, അയാളെ കൊല്ലത്തേക്ക് മാറ്റി, പകരം പ്രിയ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ഇപ്പം ബിജുമോൻ ഡോക്ടർ തലശ്ശേരി ആസ്പത്രിയിൽ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്, കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിൽ ഇഷ്ടം പോലെ ആളുകൾ ഓപ്പറേഷൻ വരുന്നത്. ഇപ്പൊ ഉച്ചക്ക് 1:30 ആകുമ്പോൾ ഓപ്പറേഷൻ നിൽക്കുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ ഈ അനസ്തേഷ്യ കൊടുക്കേണ്ട പ്രിയ ഡോക്ടർ ഗവൺമെന്റ് കണക്കുപ്രകാരം 1:30 മണി വരെ പണിയെടുക്കും. അപ്പൊ അവരാ സമയമാകുമ്പോൾ അവർ അതേസമയത്ത് ഈ ഹരീഷ് ഡോക്ടർ ബിജുമോൻ ഡോക്ടർ കൂടെ നിന്നിട്ട്, ശ്രീജിത്ത് ഡോക്ടർ കൂടി നിന്നിട്ട് രാത്രി 8 മണി 9 മണി വരെ ഓപ്പറേഷൻ ചെയ്യും. വെച്ചാൽ നമ്മളെപ്പോലെ ആളുകൾ ഇന്ദിരാഗാന്ധി ആസ്പത്രിയിലോ കോപ്പറേറ്റീവ് ആസ്പത്രിയിലോ മറ്റു ആസ്പത്രികളിലോ ഓർത്തോ വിഷയങ്ങൾ വരുന്ന ഒരു കേസും ഞാനൊന്നും അയക്കില്ല. ബിജുമോൻ ഡോക്ടർ നേതൃത്വത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെന്റിൽ 10 പൈസ ചെലവില്ലാതെ ഓപ്പറേഷൻ നടത്താം. അപ്പൊ ആ സൗകര്യമാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടത്. ജില്ലാ ആശുപത്രികൾ അരവേട്ടൻ പറയുന്നതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. നവാസി, ഇതില് അരവേട്ടൻ കൂടുതൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വികസനത്തിന് വേണ്ടി താല്പര്യം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അവിടെ തലശ്ശേരിയിൽ 2 പ്രമുഖ ഹോസ്പിറ്റലുകളുണ്ട്. ആ പ്രമുഖ ഹോസ്പിറ്റൽ ഞാനതിനെ, കാരണം ജനങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, സാധാരണഗതി ജനങ്ങൾ ചിന്തിക്കുന്നത്. നമ്മള് അമ്മയും കുഞ്ഞു ഹോസ്പിറ്റൽ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ആശുപത്രി താങ്കൾ മെമ്പർഷിപ്പ് എടുക്കായിരുന്നു എന്തുകൊണ്ടാണ്? ഒരു വ്യക്തി രീതിയിലല്ല. എന്തുകൊണ്ട്? അല്ല, ആശുപത്രി അമ്മയും കുഞ്ഞു കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ പ്രസിഡന്റ് ആകാൻ ഞാനില്ല. രാഷ്ട്രീയ പ്രശ്നം. ഇന്ദിരാഗാന്ധി ആയാലും സഹകരണ ആസ്പത്രി ആയാലും മിഷൻ ഹോസ്പിറ്റൽ ആയാലും അവിടെ ബില്ല് കൊടുത്ത ചികിത്സ, ബില്ല് കൊടുത്ത് ചികിത്സ ചെയ്യുന്ന സാധാരണ ആശുപത്രി മെമ്പർഷിപ്പ് ഇല്ല, പാവപ്പെട്ടവർക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് സർക്കാർ ആസ്പത്രിയെ ബലപ്പെടുത്തുക. അതുകൊണ്ടാണ് താലൂക്ക് ആസ്പത്രിയെ PM സുധീരൻ ആരോഗ്യമന്ത്രിയായ കാലത്ത് ജനറൽ ആസ്പത്രിയാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച് അത് പാസ്സാക്കി എടുപ്പിച്ചുകൊണ്ടാണ് ഞാൻ പുറമെ അമ്മയുടെ ആസ്പത്രി കൊണ്ടാണ് ഇന്നത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് K. വേണു IAS അന്നായാൽ കണ്ണൂർ ജില്ലാ കളക്ടറാണ്. തലശ്ശേരി പാരീസ് പ്രസിഡൻസിൽ നടന്ന സെമിനാർ, ഞാൻ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത അയാളാണ്. അപ്പൊ എന്താണ് ഡെവലപ്മെന്റ് എന്ന് തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ നമ്മൾ എന്ത് വലിയ ന്യായീകരണം പറഞ്ഞാലും ശരി, ഇത് കയറി ചെല്ലുന്ന ഏതൊരു വ്യക്തിയും, ഇന്ന് കയറി ചെല്ലുന്ന ഏതൊരു വ്യക്തിയും നിസ്സംശയം പറയും ഇതൊരു ഹോസ്പിറ്റലായി കൺസിഡർ നമുക്ക് അവിടെ AC ഉണ്ട്, അവിടെ ഓപ്പറേഷന് ആവശ്യമുള്ള സാഹചര്യങ്ങളുണ്ട്. മാത്രം ജനറൽ ആസ്പത്രി മോശമാണെന്ന് പറയാൻ സാധിക്കില്ല. ജനറൽ ആസ്പത്രിയുടെ അകത്ത് കമ്പാരിറ്റീവ്ലി മറ്റ് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഈ 2025 ഗവൺമെന്റ് ആസ്പത്രി ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് തലശ്ശേരിയിലെ എല്ലാ പൊതുപ്രവർത്തകന്മാരെയും കടമ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായും. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നില്ല. അതായത് ഈ നമ്മളിപ്പം ഒരു ആശുപത്രിക്കകത്ത് പെട്ടെന്നുണ്ടാവുന്ന ട്രാൻസ്ഫറിനെ തുടർന്ന് ഒരാൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു കാലതാമസത്തിനിടയിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു എക്സ്റേ ടെക്നീഷ്യൻ ഇല്ല എന്ന പ്രശ്നം, അനസ്തേഷ്യ ഇല്ല എന്ന പ്രശ്നം, അത് ഒരു ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ കാണാതെ പോകുന്ന ഒരു കാര്യം, കഴിഞ്ഞ നിരവധി വർഷങ്ങളെ ആശുപത്രി പ്രവർത്തനങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ 10,000-കണക്കിന് രോഗികളുടെ തള്ളിക്കയറ്റമാണ് തലശ്ശേരി ഗവൺമെൻറ് ജനറൽ ആശുപത്രി വരുന്നത്. അതെങ്ങനെയാണ് ആ തള്ളിക്കയറ്റം ഉണ്ടാകുന്നത്? ഏറ്റവും മികച്ച സംവിധാനം അവിടെ ഉണ്ടാകുമ്പോഴാണ്. ഇന്ന് പഴയ കക്കൂസാണ് തലശ്ശേരി ആശുപത്രിയിൽ. ആരെങ്കിലും മൂക്ക് പൊത്താതെ ഒരു 10 കൊല്ലം മുമ്പ് തലശ്ശേരി ആശുപത്രി കയറിയിട്ടുണ്ടോ? അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞ മാറി. ഇതൊന്നല്ല ജനങ്ങൾ ഈ മാറ്റങ്ങളോടുകൂടി മാറ്റങ്ങൾ വന്നു എന്ന് മാത്രമല്ല, നല്ല ഡോക്ടർമാരുണ്ടായി, അതിൻ്റെ ഭാഗമായി നല്ല ചികിത്സ പാവപ്പെട്ടവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും തലശ്ശേരി ആശുപത്രിയിലേക്ക് ജനങ്ങൾ തള്ളി വരുന്നത്. മുമ്പുണ്ടായിരുന്നതിൻ്റെ 3 ഇരട്ടിയാണ് അവിടുത്തെ OPയും ഇൻപേഷ്യൻറ്റും ആയിട്ട് വരുന്നത്.
ആ മാറ്റം നമ്മൾ കാണാതിരുന്നുകൂടാ. നേരത്തെ ഇത്രയും OPയും IP ഇല്ലാത്ത ഒരാശുപത്രിയിലേക്ക് അതിൻ്റെ 3-4 ഇരട്ടി IPയും OPയും ഉണ്ടാകുന്നത് ആശുപത്രിയെ ഗവൺമെൻറ്റോ പൊതുപ്രസ്ഥാനങ്ങളോ ശ്രദ്ധിക്കാത്തതിൻ്റെ ഫലമായിട്ടല്ല. ഈ നിങ്ങൾ ലിജേഷ് ഉന്നയിച്ച ആരോപണം യഥാർത്ഥത്തിൽ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ IP ഇത്രയില്ല. IP ബെഡ് ബാക്കിയുണ്ടാവും. നിങ്ങൾ കാണുന്ന ചില തെറ്റിദ്ധാരണകൾ തിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പൊതുജന ആരോഗ്യ രംഗത്ത് പബ്ലിക്കിൻ്റെ ആരോഗ്യ മേഖല മുഖ്യ പരിഗണന നൽകി മുൻഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഇന്നുണ്ട്. അത് കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്ന് തുടങ്ങിയതാണ്. അന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖല എന്ന ഖ്യാതി നേടാൻ സാധിച്ചത് അതിൻ്റെ ഭാഗമാണ്. ആ മാറ്റം ഇപ്പോൾ ഉണ്ട്, അത് തുടരുകയാണ്. സമയം തീരുകയാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നമ്മൾ ഈ ചർച്ചകളൊക്കെ ഇപ്പം നടന്നല്ലോ, പോയിന്റ് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു. നമ്മൾ ഈ വികസന കാര്യവും രാഷ്ട്രീയ കാര്യവും ഒക്കെ ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ തലശ്ശേരിയിലുള്ള ഒരു പൊതു സാമൂഹിക അന്തരീക്ഷം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ തലശ്ശേരി നഗരം എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിപണനം ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുന്ന തലശ്ശേരിയെ കുറിച്ച്. തലശ്ശേരി നഗരത്തിൽ ഒരു പെൺകുട്ടി അർദ്ധരാത്രിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഇത് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മയക്കുമരുന്ന് കേന്ദ്രമാവുന്നു, സുരക്ഷിതമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. നമ്മളൊരു ഡെവലപ്മെന്റ്, നമ്മളൊരു ചർച്ചയാണ്. പക്ഷെ അതേപോലെ തന്നെ ജനങ്ങളുമായി സൗഹൃദമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്വമാണ്. ജനങ്ങൾ അങ്ങനെ സൗഹൃദമില്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടോ? തീർച്ചയായും. ഈ പറഞ്ഞ വാർത്ത നമ്മുടെ തലശ്ശേരി നഗരത്തിന്റെ മധ്യത്തിൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു. എല്ലാവരും പത്രവാർത്തയൊക്കെ വന്നതാണ്. നമ്മൾ എത്ര പേര് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ആ സ്ഥലം, നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ആ സ്ഥലം, അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഒരു സ്ഥലത്തുണ്ട് എങ്കിൽ ആ സ്ഥലത്തിന്റെ അന്തരീക്ഷത്തെ പൂർണ്ണമായും മാറ്റുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ആ റെയിൽവേയിലേക്ക് പോകുന്ന ആ വഴി അന്ന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതേ സംഭവം തന്നെ ആവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഇപ്പോഴും അവിടെയുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റെയിൽവേ ലൈനിൽ ഇത്തരം സംഭവം മുമ്പ് നടന്നിട്ടുണ്ട്. ഇനി അത് ആവർത്തിക്കരുത് എന്നുള്ളതിന്റെ തീരുമാനം എടുക്കേണ്ടതാണ്. പാപ്പാത്തി മാത്രമല്ല, വേറെ വീട്ടമ്മയെ കാട്ടിൽ ഒളിച്ചിരുന്ന ഒരുത്തെ കയറി പിടിച്ചിട്ട് സംഭവമൊക്കെ ഉണ്ടായിരുന്നു. സാമൂഹ്യ ദ്രോഹികൾ വന്ന് നടത്തുന്ന ചില സംഭവങ്ങൾ അത് ഒഴിവാക്കേണ്ടത് ഒരു കുഴപ്പമായി അത് ഒഴിവാക്കേണ്ടത് ആരാണ്? പോലീസാണ്, ഭരണ സംവിധാനമാണ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഈ ഒറ്റപ്പെട്ട ഇതുപോലുള്ള ക്രിമിനൽ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ റെയിൽവേ ലൈൻ ശ്രദ്ധിക്കാൻ വേണ്ടി പോലീസിൻ്റെ ഷാഡോ വിങ് അവിടെ പ്രവർത്തിച്ചു തുടങ്ങി. റെയിൽവേ പോലീസിനും അവിടെ കുറച്ച് ഉത്തരവാദിത്വമുണ്ട്. ഇതിൻ്റെ പുറമെ വരുന്ന പിന്നെ ഇതുപോലുള്ള ചില സാമൂഹ്യ വിരുദ്ധന്മാർ തമ്പടിക്കുന്ന ചില കേന്ദ്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ഷാഡോ പോലീസിൻ്റെയും സാധാരണ പോലീസ് പോകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, ഇവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ട്. ഇപ്പോൾ അതിനുശേഷം വളരെ സജീവമായ പോലീസ് ഉണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഈ പിന്നെ ഇപ്പം എന്താ പറയുക, ഡ്രഗ് ഹണ്ടിങ് എന്ന് പറയുന്ന പോലീസിന്റെ ഇടപെടൽ 100-200 പേരെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം തീരുകയാണ്. നമ്മളിപ്പോൾ ഈ ചർച്ച നമ്മൾ നടത്തിയതിൽ നമ്മൾ കുറേ വിഷയങ്ങൾ പറഞ്ഞു. ഇതിനൊക്കെ പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റിയ, താങ്കൾക്ക് നിർദ്ദേശിക്കാവുന്ന ഏറ്റവും ക്യാപ്സ്യൂളായ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ നഗരത്തിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നഗരത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും സമഗ്ര ഓവുചാൽ പദ്ധതി 100% നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത്, നമ്മുടെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സബ് റോഡ്സ്, നമ്മുടെ ഈ പോക്കറ്റ് റോഡുകളുടെ വികസനം അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഇട റോഡുകളുടെ അനിവാര്യമാണെന്ന് പറയുമ്പോൾ ഇതിന്റെ ഫണ്ട് കണ്ടെത്തുന്നത് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇതിന് മൂന്നാമത്തത് കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് 19 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അമൃത് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ തലശ്ശേരി നഗരത്തിലുള്ള 6 വാർഡുകളെ മാത്രം ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് സാങ്കേതികത്വത്തിന്റെ പേരിൽ. ഇത് ഈ 6 വാർഡുകളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലശ്ശേരിയിലുള്ള ഈ 19 കോടിയോടൊപ്പം ചേർത്തുകൊണ്ട് ഈ സമഗ്രമായിട്ടുള്ള കുടിവെള്ളത്തിലുള്ള പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇനി തലശ്ശേരി നഗരത്തിലുള്ള ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നം, ആരോഗ്യ മേഖലയിൽ ഇതിന് ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കണമെന്നുണ്ട്. ഇടറോഡുകളുടെ കാര്യം പൂർണ്ണമായി നമുക്ക് നടപ്പിലാക്കിയാൽ സാധിക്കും. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടിന്റെ കാര്യം, ഡ്രെയിനേജ് സംവിധാനം പൂർണ്ണമായിട്ട് എന്താണ് താങ്കൾക്ക് വെക്കാനുള്ള നിർദ്ദേശം? തലശ്ശേരി നഗരത്തിനെ വിപുലീകരിക്കണം എന്ന് പറയുമ്പം തലശ്ശേരി ടൗണിൽ നിന്ന് ആരംഭിച്ച കൊടുവള്ളി
എടത്തലമ്പലം, കൊളശ്ശേരി, എരഞ്ഞോളിപ്പാലം, മലബാർ ക്യാൻസർ കുട്ടിമാക്കൽ വഴി മലബാർ ക്യാൻസർ സെൻ്റർ, അതുവഴി തലായി, അതുവഴി പിന്നെ നഗരം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വികസിക്കണം. അതാണെന്ന് താങ്കൾ പറയുന്നത്. അതിൽ ഗതാഗതക്കുരുക്കിന് കുറേ പരിഹാരം കാണാൻ പറ്റും. പിന്നെ ഈ മുനിസിപ്പാലിറ്റി ഇപ്പം ഈ ടൗണിൽ ഇറക്കുന്ന പറയുന്നത് ഈ വാർഡുകളിൽ ഒരുപാട് വാർഡുകളിൽ ഓട്ടോറിക്ഷക്കും സ്കൂട്ടറിനും പോകാത്ത രീതിയിലുള്ള റോഡുണ്ട്. തയ്യിൽ സ്കൂളിൻ്റെ അടുക്കൽ നിന്ന് കാളിത്താമ്പുഴ മുൾക്ക് കൊളശ്ശേരി പാരപ്പറ്റ റോഡുണ്ട്. അതിലെ കൂടി നടന്നു പോകാൻ കഴിയില്ല. നമ്പ്യാറ് വഴിക്കുന്ന ഇടത്തലമ്പലം വഴി കയറുന്ന പിന്നെ ഒരുപാട് സ്ഥലത്ത് കുടിവെള്ള പദ്ധതി കുഴിച്ചിട്ടുണ്ട്. ആ കുഴിച്ച സ്ഥലത്ത് പൈസ മുനിസിപ്പാലിറ്റിക്ക് അടക്കും ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ പാട് തന്നെ അത് റിപ്പയർ ചെയ്യേണ്ട പണി അത് ചെയ്യണം. ഈ പുതിയ വരുന്ന പദ്ധതികൾ മഞ്ഞോടി കേന്ദ്രീകരിച്ച് വരുന്ന ഇപ്പോൾ അമ്മയും കുഞ്ഞും ജനറൽ ആശുപത്രി, മലബാർ കോളേജ്, പിന്നെ ഒരു ഇന്റർനാഷണൽ മാൾ വരെ സാധ്യത, പിന്നെ ഇത്തരം വികസനങ്ങൾ വരുമ്പോൾ പക്ഷെ നവാസി അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഒരു പ്രശ്നമുള്ളത് 50 വർഷം മുന്നേ തലശ്ശേരി പ്ലാൻ ചെയ്തിട്ടുള്ള ട്രാഫിക് സിസ്റ്റമാണ് ഇപ്പൊ മഞ്ഞോടിയിലുള്ളത്. ഈ വികസനം ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ റോഡ് വികസനമാണ്. അതെ, ഒരു 50 വർഷം 75 വർഷത്തേക്ക് ശേഷമുള്ളത്. അതോടൊപ്പം അവിടെ ഈ പറഞ്ഞതുപോലെ ഇപ്പം നേരത്തെ പറഞ്ഞ ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ, ഈ ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ അവിടെ മാത്രം ഇല്ല വെള്ളം കൊണ്ട് ഇനിയിപ്പം നമുക്ക് എരഞ്ഞോളിപ്പാലം മുതൽക്ക് കുട്ടിമാക്കൂല് മുതൽക്ക് തിരുവങ്ങാട് ആർട്ടി സ്കൂളിന്റെ ആടം മുതൽക്ക് മഞ്ഞോടി മുതൽക്കുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഗുരുതരമായ വെള്ളക്കെട്ടിന്റെ പ്രശ്നം നഗരം മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ എങ്ങനെയാണ് താങ്കളുടെ മനസ്സിൽ ഉദിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? കുടിവെള്ള പദ്ധതിക്ക് വളരെ വേഗത്തിൽ തന്നെ പരിഹാരം 297 കോടി രൂപ അതിൽ വകയിരുത്തി കഴിഞ്ഞു. അപ്പോൾ ആ പ്രശ്നം തലശ്ശേരി നഗരത്തെ സംബന്ധിച്ചിടത്തോളം 297 കോടി രൂപ അമൃത് പദ്ധതി എല്ലാ പദ്ധതിക്കും കൂടി തലശ്ശേരി നഗരത്തിൽ 19 കോടിയാണ് നമുക്ക് ഈ തലശ്ശേരി മണ്ഡലത്തിൽ. പിന്നെ നമ്മളെ ഈ തലശ്ശേരിക്ക് ഈ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ലഹരി സ്വാധീനത്തിന് നമുക്ക് അതിന് പ്രതിരോധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം, കുട്ടികൾക്കിപ്പോൾ കളിക്കാനുള്ള പൊതുസ്ഥലങ്ങളില്ല, കളിയിടങ്ങളില്ല. ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വാർഡുകളിലൊക്കെ കളിയിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് യുവജന കൂട്ടായ്മകളും യുവജനങ്ങളുടെ സ്വാഭാവികമായ ഒത്തുചേരലുകളും വളർന്നു വരണം. അപ്പോൾ അത്തരം കളിയിടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പിന്നെ ഈ ഡ്രൈനേജ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് പരിഹരിക്കപ്പെടും. ഈ പറഞ്ഞ പദ്ധതി സംസ്ഥാനം കേന്ദ്രത്തിൽ കൊടുത്താലും വിത്തിൻ സെക്കൻഡ്സ്, അതായത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ അത് നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. തലശ്ശേരി നഗരസഭയെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ ഗതാഗതക്കുരുക്കിന് ഇടറോഡുകളുടെ വിഷയം പറഞ്ഞു, അതൊക്കെ എത്രമാത്രം റോഡുകളുടെ വികസനമൊക്കെ ഇപ്പൊ മിക്കവാറും എല്ലാ റോഡുകളിലും ടെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മഴ ആരംഭിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ അകാലത്തിൽ പെയ്ത ഒരു മഴയാണിത്. ജൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് മഴ പെയ്തു. ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ റോഡുകളും ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. ഇട റോഡുകളൊക്കെ ഗതാഗത യോഗ്യമാക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 10-15 റോഡുകൾ മാത്രം ആണ് റിപ്പയർ ചെയ്യാതെ ബാക്കി കിടക്കുന്നത്. ബാക്കിയെല്ലാം റിപ്പയർ ചെയ്തിട്ടുണ്ട്. എണ്ണത്തിൽ കുറയാനും കൂടാനും സാധ്യതയുണ്ട്. വാർഡുകളിൽ അത് തെറ്റാണ്. വാർഡുകളിൽ അത്രയൊന്നും ടെൻഡർ ചെയ്തിട്ടില്ല. അതെ, ഈ നഗരത്തിലെ സബ് റോഡുകളൊക്കെ വളരെ കുറച്ചേ കഴിഞ്ഞ വാർഷിക പദ്ധതിയിലുള്ള, അതായത് കഴിഞ്ഞ വർഷത്തെ വാർഷിക സമഗ്രമായ ഒരു ഒരാശയം മുന്നോട്ട് വെക്കുന്നത് ഈ ഹൈവേ കടന്നു പോകുന്ന ഈ എലിവേറ്റഡ് ഏരിയ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വളരെ പ്രയോജനകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു വലിയ ഓപ്പൺ തിയേറ്ററുകളാവാം, കൺവെൻഷൻ സെൻ്ററുകളാവാം, പാർക്കിംഗ് സെൻ്ററുകളാകാം, ഷോപ്പിംഗ് മാളുകളാകാം. ഈ കണ്ടിക്കൽ തൊട്ട് ആ ഒരു പ്രത്യേക മേഖലയിൽ റോഡ് വികസിപ്പിച്ച് അതൊരു വലിയ കൺവെൻഷൻ സെൻ്ററും ഓപ്പൺ ജിമ്മ് അതുപോലെ തന്നെ മറ്റ് മാളുകൾ, ഈ ഒരു സാധ്യതയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു പദ്ധതി MLA മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നഗരസഭയുടെ ഇത് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത പ്രോജക്ട്സ് ആണ്. ഇത് ബാംഗ്ലൂരൊക്കെ സ്ഥിരമായി അത് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഒരു ആലോചന നടക്കും. അത് സാധ്യതകളല്ല, ഇതെല്ലാം ഓൾറെഡി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി കഴിഞ്ഞ പദ്ധതികളാണ്. സൗന്ദര്യവൽക്കരണത്തിൽ ജവർഘട്ട്, അതുപോലെ തന്നെ ജഗന്നാഥ ക്ഷേത്രം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പിന്നെ തിരുവങ്ങാട് ക്ഷേത്രത്തിന് പിന്നെ 2 കോടിയോളം ഉറുപ്പിക അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പദ്ധതി 150 കോടി. ആ പദ്ധതി എല്ലാ നിലയിലും ഡൽഹി പാർലമെന്റിൽ ഉന്നയിച്ചു. സംസ്ഥാന ഗവൺമെന്റ് കേമറോയിൽ തന്നെയായിരുന്നു. സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിച്ചു. സംസ്ഥാന ഗവൺമെന്റ് സെക്രട്ടറി വന്നു, കാര്യങ്ങൾ നോക്കി എല്ലാ റിപ്പോർട്ടും തയ്യാറാക്കി മേലെ കൊടുത്തു. ഈ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് 4.5 ലക്ഷം രൂപ കൊടുത്താലേ അവരത് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇയാളിപ്പോ സമയം നിർത്തും. പിന്നെ നമുക്ക് തൊഴിൽ സാധ്യത ഒരു വിഷയമാണ്. അപ്പോൾ ഇനിയിപ്പം സംഘടിത വ്യവസായശാലകളോ മറ്റൊന്നും ഉണ്ടാവില്ല. ഇപ്പം ന്യൂജൻ്റെ ഒരു രീതി വെച്ച് IT മേഖലയിലേക്ക് കടന്നു കയറാനും IT സാധ്യതകളെ നമ്മുടെ കണ്ടിക്കൽ മേഖലയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് IT സാധ്യതകളെ തുറന്നുവിടാനുള്ള സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ഭാവിയിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. സമഗ്രമായ ഒരു വികസന രേഖയും പദ്ധതികളും നമ്മുടെ സമയം തീരുകയാണ്. ഈ നേതാക്കളൊക്കെ ഒടുവിൽ പറഞ്ഞു വന്നിരിക്കുന്നത് തലശ്ശേരി നഗരം ലോഗൻസ് റോഡ്, OV റോഡ്, പഴയ ബസ് സ്റ്റാൻഡ് എന്നതിനപ്പുറത്തേക്ക് പറിച്ചു നട്ടേ പറ്റൂ എന്നുള്ളിടത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നിയോജക മണ്ഡലം തന്നെ ഒരു ഹബ്ബായി മാറും. കേരളത്തിൽ ഇപ്പോ ചൊക്ലി ഉൾപ്പെടെ പന്നിന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പട്ടണമായി മാറിക്കഴിഞ്ഞു. അപ്പൊ ആ വികസനത്തിലേക്ക് നമ്മൾ ഈ നേതാക്കൾ ഒരുമിച്ച് ഇങ്ങനെ ചിന്തിച്ചാൽ ഇതെന്താവും, നടപ്പിലാവും. പക്ഷെ ഇവർ ചിന്തിക്കണം, ഇവരാലോചിക്കണം. ഇനി നമ്മൾ ആലോചിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ നടു റോഡിൽ തടഞ്ഞു നിർത്തി ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം അത്ര ഫാസ്റ്റാണ് ലോകത്തിൻ്റെ പോക്ക്. ഓടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ നേതാക്കളും ഹൈടെക്കായേ പറ്റൂ. കാരായി രാജനും അരവിന്ദ് ആഷനും ലിജേഷിനെ പോലുള്ള ആളുകളാണ് തലശ്ശേരിയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പ്രധാന പങ്ക് വഹിക്കുന്ന ആളുകൾ. ഇവരൊക്കെ എന്ത് ചെയ്യണം, ഹൈസ്പീഡിൽ ഓടിയേ പറ്റൂ. അല്ലെങ്കിൽ നാട്ടുകാർ ചോദ്യം ചെയ്യുന്ന കാലം വിദൂരമല്ല. ഒരു വിഷയമുണ്ട്, തെരഞ്ഞെടുപ്പിന് നമ്മൾ തയ്യാറെടുക്കുകയാണ്. ത്രിതല പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്, ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ കൃത്യമായി ചിന്തിച്ച് അതിനെ വിലയിരുത്തി വേണം ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ. അതിനായി നേർരേഖയുടെ എപ്പിസോഡ് പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പങ്കെടുത്ത 3 നേതാക്കൾക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.